നമ്മളൊക്കെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ എന്താ ഉദ്ദേശം? നമ്മുടെയൊക്കെ ഉള്ളിൽ കുറെ ഉദ്ദേശങ്ങളുണ്ട് അല്ലേ? എൻ്റെ അടുത്ത വീട്ടിലെ കുട്ടി രക്ഷപ്പെടട്ടെ, എൻ്റെ അടുത്ത വീട്ടിലെ മക്കൾ നല്ല നിലയിൽ ഉയർന്നു വരട്ടെ, എൻ്റെ അടുത്ത വീട്ടിലെ കുടുംബത്തിന് സുഖമുണ്ടാവട്ടെ. അങ്ങനെ ആരെങ്കിലും ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ കാണാൻ ഉണ്ടാവണം. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യന്റെ പ്രത്യേകത ഒരാൾ ചോദിക്കണം, ആധ്യാത്മികത എന്നാൽ എന്താ? എന്താ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ? അമ്പലത്തിൽ പോകുന്നത് ആധ്യാത്മികതയാണോ? ആണോ? ചന്ദനക്കുറി തൊട്ട് ആധ്യാത്മികത ഉണ്ടാവുമോ? എന്താ ആധ്യാത്മികത? അറിയാവോ? ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് വലിയ ഉത്തരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ, ഈ ഗ്രാമത്തിൽ മനസ്സിലാകുന്ന ഒരു വാക്ക് പറയാം. എന്നെ കുറിച്ച് കുറച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്നതിനെയാണ് ആധ്യാത്മികത എന്ന് പറയുക. അവിടെയാണ് മനുഷ്യൻ എന്നെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുക, മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. ഈ ചിന്തനം മനുഷ്യനിൽ ഉണ്ടാക്കിയെടുക്കണം. അവനാണ് മനുഷ്യനാവാൻ സാധിക്കുകയുള്ളൂ. മറ്റൊക്കെ മൃഗത്തിന് തുല്യമായിരിക്കും മനുഷ്യൻ. നമ്മുടെ ജീവിതം മൃഗത്തിന് ഒറ്റ ശ്രദ്ധയുള്ളൂ, അവൻ്റെ കാര്യം മാത്രമേ മൃഗം ശ്രദ്ധിക്കാറുള്ളൂ. മനുഷ്യൻ അങ്ങനെയല്ല. അപ്പം മനുഷ്യനെ ഈ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് ചിന്തിക്കുവാൻ, തൻ്റെ അയൽവാസികളെയും തൻ്റെ സമൂഹത്തെയും കുറിച്ച് ചിന്തിക്കുവാൻ എവിടെയാണോ അവൻ വളർന്നു വരുന്നത്, അങ്ങനെ വളർന്നു വരുന്ന സമൂഹത്തിലാണ് ശാന്തിയും സമാധാനവും നിലനിൽക്കുക. ഈ ശാന്തിയും സമാധാനം, ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ദോഷമാകുമോ എങ്കിൽ ആ തെറ്റിലേക്ക് എനിക്ക് ശരിയായിരിക്കാം, ആ ശരി ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. അതിന് ക്ഷേത്രം, അതാണ് ക്ഷേത്രമൊക്കെ പ്രതിഷ്ഠ നടത്തുമ്പോൾ ക്ഷേത്രപ്രതിഷ്ഠയിലൂടെ, ക്ഷേത്രത്തിൽ നടക്കുന്ന ആരാധനയിലൂടെ, ക്ഷേത്രത്തിലെ ആചാരങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ അവിടെയാണ് പഠിക്കപ്പെടേണ്ടത്. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നമ്മുടെ മുന്നിൽ എങ്ങനെയാണ് അമ്പലത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ക്ഷേത്രത്തിൻ്റെ പുറത്ത്. ആർക്കെങ്കിലും അറിയാമോ ആ സാധനം? നീ എങ്ങനെയാണ് അമ്പലത്തിലേക്ക് കടക്കേണ്ടത് അറിയാമോ? ആരെങ്കിലും ഒരാൾ കൈബന്ധിക്ക്, ഞാൻ ആ സ്ഥാനത്തെ കണ്ടിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ല? അവിടെ ഒരാൾ കണ്ടിട്ടില്ല, അയാൾ കണ്ടിട്ടുണ്ടാവും. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നാം എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന വലിയൊരു സാധനം ക്ഷേത്രത്തിൻ്റെ പുറത്ത് പ്രതിഷ്ഠ നടത്തി വെച്ചിരിക്കുക. ഏതാ സാധനം എന്നറിയാവോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയും. ദീപസ്തംഭം. കണ്ടിട്ടുണ്ടോ? ദീപസ്തംഭം എല്ലാവരും കണ്ടിട്ടില്ലേ? അതെങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ കിടക്കുന്നത് പഠിപ്പിക്കുക? ദീപസ്തംഭം മഹാശ്ചര്യം അല്ലേ? അത് കേട്ടിട്ടുണ്ടോ? സിനിമയുടെ പേരല്ല ഞാൻ ചോദിച്ചത്. ദീപസ്തംഭം മഹാശ്ചര്യമാണ്, വളരെ ആശ്ചര്യമാണ് ദീപസ്തംഭം. എന്താ ദീപസ്തംഭം പഠിപ്പിക്കുന്നത്? ദീപസ്തംഭം നിങ്ങൾ കാണാൻ ഒരു ആമയുടെ പുറത്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ആമയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്, അതിൻ്റെ സാത്വികമായ വശങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ പഠിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഞാൻ അവിടേക്കൊന്നും പോയി. പക്ഷെ ആമ നമുക്ക് തരുന്നൊരു സന്ദേശമുണ്ട്. എന്താ ആമയുടെ പ്രത്യേകത? ഇയാൾ ചോദ്യം ചോദിക്കാനാണ് ഇവിടെ ഇരുന്ന് കേട്ടോ എന്ന് ചോദിക്കണ്ട കേട്ടോ. ഞാൻ ചോദ്യമല്ല ചോദിക്കുന്നത്. ആമയുടെ പ്രത്യേകത എല്ലാ ഇന്ദ്രിയങ്ങളെയും അകത്തേക്ക് വലിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക ജീവി ഏതാ? ആമയല്ലേ? അപ്പം നാം അമ്പലത്തിലേക്ക് അടക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എവിടേക്ക് പോകണം? ഉള്ളിലേക്ക് പോകണം. പോവാറുണ്ടോ? അമ്പലത്തിൻ്റെ ഉള്ളിലാവും കൂട്ടുകാരീനെ കാണുക, അമ്പലത്തിനുള്ളിലാവും പഴയ ലോകിയക്കാരൊക്കെ കാണുക. അപ്പോഴെന്താ വർത്തമാനം? അമ്പലത്തിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പം നമ്മളെ ശരീരത്തിൽ നമ്മൾ വൃത്തിയാക്കലെങ്ങനെ? ശരീരത്തെ വൃത്തിയാക്കലെങ്ങനെ? സോപ്പൊക്കെ തേച്ച് വൃത്തിയാക്കും അല്ലേ? എല്ലാവരും സോപ്പൊക്കെ. ഉൾത്തലം എങ്ങനെ വൃത്തിയാക്കും? ഉള്ളിൽ കുറേ അഴുക്കുകൾ കുടുന്നുകൂടും. അതെങ്ങനെ കളയും? ആ ഉള്ളിലെ കളയാനുള്ള ചകിരിയാണ് എന്ത്
നാവ്. അമ്പലത്തിലകത്ത് കിടക്കുമ്പോഴെങ്കിലും അത് ചകിരിയാവണം. അമ്പലത്തിൻ്റെ അകത്ത് കിടക്കുമ്പോഴെങ്കിലും അത് ചകിരിയാകണം. അതുകൊണ്ട് പല അമ്പലത്തിൽ ഇപ്പോൾ എഴുതി വയ്ക്കാൻ തുടങ്ങി, ഇവിടെ നാമജപത്തിന് മാത്രം സ്ഥാനമെന്ന്. അവിടെ നാട്ടുവർത്തമാനത്തിനല്ല, നാമജപത്തിനാണ് സ്ഥാനം. ഈ നാവ് ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനം. നാവിനെ കുറിച്ച് അറിയാലോ എല്ലാവർക്കും അല്ലേ? കൊലപാതകം വരെ ഉണ്ടാക്കും ആര്? ഇതറിയാവുന്ന ഋഷീശ്വരൻ ആദ്യത്തെ ഹരിശ്രീ കുറിച്ചത് എവിടെയാ? ഇതൊന്നും വെറുതെ അല്ല. നമ്മുടെ നാവിൽ ആദ്യത്തെ ഹരിശ്രീ കുറിച്ചു. നാവിൽ ഹരിശ്രീയാണ് വരേണ്ടത്. അതുകൊണ്ട് ഹരിശ്രീ ഗണപതയെ നമാന്ന് എവിടെയാണ് കുറിക്കുന്നത്? നാവ് നന്നായാൽ മനുഷ്യൻ നന്നായി. എത്ര മഹത്തരം ആലോചിച്ചു നോക്കും നമ്മൾ ഋഷിയരന്മാരെ ബുദ്ധി. പക്ഷെ നമ്മൾ ചിന്തിച്ചോ നമ്മുടെ നാവ് നന്നാക്കാൻ? ഇവിടെയാ അതിൻ്റെ പ്രത്യേകത. അപ്പം നാവ് എന്ന് പറയുന്ന സാധനം ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ നാമജപം മാത്രമേ നാവിൻ്റെ അകത്ത് പാടൂ. ആ നാവ് കൊണ്ട് അങ്ങനെ നാമം ജപിച്ച് ഇവിടെ കിടക്കുമ്പോൾ ഭൂതനാഥ സദാനന്ദ ജപിച്ചോളൂ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിച്ചോളൂ. ആ അയ്യപ്പൻ്റെ മന്ത്രം ജപിച്ചുകൊണ്ട് മാത്രം പ്രതീക്ഷ. വല്ല നാട്ടുവർത്താനം പറയണമെങ്കിൽ മതിൽക്കെട്ടിൻ്റെ പുറത്ത് പോവുക. മതിൽക്കെട്ടിൻ്റെ പുറത്ത് പോയി സംസാരിച്ചോളൂ. അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ അകത്ത് കിടന്നാൽ തൻ്റെ ഉൾത്തലങ്ങളെ, ഉള്ളിലെ ആ മനുഷ്യവാസനയെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് വരുന്നത് എന്ന ബോധ്യത്തോടു കൂടി അമ്പലത്തിലേക്ക് കടക്കാം. ഇവിടെ സാറ് പറഞ്ഞു പോയ പഞ്ചമഹായജ്ഞത്തിലെ ബ്രഹ്മയജ്ഞം പറഞ്ഞു. പഠിപ്പിക്കുക. ഞാൻ ഇന്നലെ ചെങ്ങന്നൂരായിരുന്നു. ചെങ്ങന്നൂരിൽ ഞാനൊരു വീട്ടിൽ എനിക്ക് ഭക്ഷണം ഒരു വീട്ടിൽ അറേഞ്ച് ചെയ്തിരുന്നു. രാത്രി 10:30 മണിക്കാണ് ട്രെയിന്. അപ്പോൾ ഒരു വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിരുന്നു. ഞാൻ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഞാൻ അവിടെ ഒരു 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി ഏതാണ്ട് നല്ല വിജയം കൈവരിച്ച, ഫുൾ A+ അല്ല, നല്ല വിജയം കൈവരിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ. അവരമ്മയുണ്ടായിരുന്നു. അവരെന്നെ കാണാൻ വന്നതാണ്. കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ കുട്ടിക്കൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്നറിയാവോ? അമ്മ പറഞ്ഞതൊന്നും കുട്ടി കേൾക്കില്ല. കുട്ടിയുടെ കുഴപ്പം അമ്മ പറഞ്ഞതൊന്നും കുട്ടി കേൾക്കില്ല. അമ്മ പറയും അങ്ങനെയാവ്, ഇങ്ങനെയാവ്, അതാവ്, ഇത് ചെയ്യ്, അപ്പുറത്ത് നോക്ക്, ഇപ്പുറത്ത് നോക്ക്. ഇതൊന്നും ആര് കേൾക്കില്ല? കുട്ടി കേൾക്കില്ല. കുട്ടിക്ക് കുട്ടിയുടേതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൂടെ കുട്ടി പോവും. പക്ഷെ അമ്മ അതിനൊക്കെ വിലങ്ങി നിൽക്കും. എങ്ങനെ കുട്ടി കേൾക്കുക? കുഴപ്പം ആരേതാ? കുട്ടിയുടേതാണോ അമ്മയുടേതാണോ? ആരുടെ കുഴപ്പം? കുറ്റം മുഴുവൻ കുട്ടിക്കാണ്. കുഴപ്പം കിടക്കുന്ന അമ്മേൻ്റെ അടുത്താണ്. അമ്മ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. പക്ഷെ അമ്മയ്ക്ക് എന്തു പറ്റി? സ്വന്തം കുട്ടിയുടെ വളർച്ചയെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. തൻ്റെ കുട്ടിയുടെ അകത്തിരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാതിരുന്നു പോയി. ആ കുട്ടിക്കൊരു സ്വഭാവമുണ്ട്, നന്നായി വരയ്ക്കും. നന്നായി വരയ്ക്കുന്ന കുട്ടിയാണ്. ചിത്രം വരച്ചതിനൊക്കെ ആ കുട്ടിയെ വിട്ടില്ല. ആ കുട്ടി എന്നോട് പറഞ്ഞു, മാമയുടെ ഫോട്ടോ അയച്ചു തരും, ഞാൻ ഇപ്പോൾ വരച്ചുതരാം ഫോട്ടോ എന്ന് പറഞ്ഞു. ഇപ്പോൾ വരച്ചുതരാമെന്ന്. എത്ര കഴിവാ കുട്ടിയുടെ ഉള്ളിലിരിക്കുന്നതെന്ന് അറിയാവോ? പക്ഷെ അത് ആർക്കും ഇഷ്ടമല്ല. അമ്മയുടെ മനസ്സിൽ മോനെക്കുറിച്ച് വലിയ സങ്കല്പം. പക്ഷെ ചിത്രം വരയ്ക്കാൻ ആ കുട്ടി വരയ്ക്കുമ്പോൾ അമ്മ ചീത്ത പറയും. അപ്പോൾ കുട്ടിക്ക് അമ്മയോട് സ്നേഹമാണോ ദേഷ്യമാണോ ഉണ്ടാവുക? ഏതാ ഉണ്ടാവുക? അപ്പോൾ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ മക്കളെ വളരുന്ന ആ വളർച്ചയുണ്ടല്ലോ. ക്ഷേത്രത്തൊക്കെ പഠിപ്പിക്കട്ടോ. എങ്ങനെയാണെന്നറിയോ? ഇതിലെ പ്രതിഷ്ഠാകർമ്മങ്ങളിൽ നിങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ക്ഷേത്രപ്രതിഷ്ഠയിൽ പങ്കെടുത്തിട്ടുണ്ടോ? എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടോ? അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചോ അവിടെ നടക്കുന്ന പ്രക്രിയകൾ? ഒരു ഗർഭഗൃഹത്തിൽ ശ്രീകോവിലിൻ്റെ പേരെന്താണെന്നറിയാവോ? എന്താ? ഒരു ഗർഭഗൃഹത്തിൽ ഒരു അമ്മ കുഞ്ഞിനെ വളർത്തി ഉണ്ടാക്കി. വളരെ സംഭവമായതേ. ഇതൊന്നും വെറുതെ നിങ്ങൾ വന്നിരുന്ന് പോകേണ്ട ശേഷമൊന്നുമല്ല. അമ്പലത്തിൽ പോയാൽ നമുക്കൊന്നിനും സമയം ഉണ്ടാവാറില്ല. സാധാരണ ഒന്ന് ഇരിക്കാൻ സമയമില്ല. അവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് നാമം ചെല്ലാൻ സമയമില്ല. തിരക്കാണ് നമുക്ക്. തിരക്ക് പിടിച്ച ജീവിതമാണ് നമ്മുടേത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കപ്പെടണം ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്. മുളയിടൽ എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. കണ്ടുണ്ടോ? എവിടെ കാണുന്നു? മുളയിടൽ.
കലശം എല്ലാം കണ്ടിട്ടുണ്ടോ അവിടെ? ഇല്ല, കണ്ടില്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു ചെയ്തിരിക്കുന്നത്? എന്താണ് ചെയ്യുന്നത്? ഒരമ്മയുടെ ഗർഭാധാനം തൊട്ട് ആ കുട്ടി ജനിച്ച് വളർന്ന് വലുതായാൽ അവൻ ആരായിരിക്കും, ആരായി തീരണം, നമ്മൾ ആരായി വളർത്തണം എന്നെല്ലാം നമ്മളങ്ങ് പഠിപ്പിക്കുക ഋഷീശ്വരൻ ക്ഷേത്രത്തിലൂടെ. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്നതാണ് ഈശ്വരൻ. അതിലൂടെ കാണുന്ന തത്വത്തെയാണ് ഈശ്വരൻ. ആ ഈശ്വരനെയാണ്. ആ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നേ ഉള്ളൂ, പരബ്രഹ്മമാണ്. അതിന് രൂപമില്ല, ഭാവമില്ല. ഇപ്പോൾ വൈദ്യുതി, കരണ്ടിന് രൂപമുണ്ടോ? ഉണ്ടോ? നമ്മളാരെയും കാണുമോ? പക്ഷെ അത് ഫാനിലേക്ക് കൊടുത്തപ്പോൾ കാറ്റ് രൂപത്തിൽ നമ്മളെ കാണിക്കുന്നു, അല്ലേ? വെളിച്ചത്തിലേക്ക് ബൾബിലേക്ക് കൊടുത്താൽ വെളിച്ച രൂപത്തിൽ നമ്മളെ കാണിക്കുന്നു. ഹീറ്ററിലേക്ക് കൊടുത്താൽ ചൂട് രൂപത്തിൽ നമ്മളെ കാണിക്കുന്നു. ആ പരബ്രഹ്മത്തെ ഏത് രീതിയിലാണോ നാം ഉപയോഗിക്കുന്നത്, എങ്ങനെയാണോ കൊടുക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പ്രതിഫലനം കിട്ടും. അത് നിങ്ങൾ ദേവനായിട്ടോ ദേവിയായിട്ടോ അയ്യപ്പനായിട്ടോ ശിവനായിട്ടോ ബ്രഹ്മാവായിട്ടോ ആരുമായിക്കോട്ടെ, 30 കോടി ദേവതകളും, ആ വലിയ ഒരു സങ്കല്പം. പക്ഷേ ഈശ്വരൻ ഒന്നേയുള്ളൂ. ആ ഈശ്വരനെ തിരിച്ചറിയണം നമുക്ക്. ആ ഈശ്വരനിലേക്ക് എത്തണം നമുക്ക്. ആ ഈശ്വരനിലൂടെ നല്ല ചിന്തകളെ വളർത്തിയെടുക്കണം നമുക്ക്. ആ ചിന്തകളെ വളർത്തിയെടുക്കുമ്പോഴാണ് മനോർഭവ ജനയാ ദൈവം എന്ന സങ്കല്പത്തിലേക്ക് എത്തും. ഇപ്പോൾ പറഞ്ഞില്ലേ, ബ്രഹ്മയജ്ഞം പഠിക്കണം. ഞാനൊരു കാര്യം, നിങ്ങളുടെ ഇപ്പോൾ കർക്കിടക മാസം വരാൻ പോവാണ്, അല്ലേ? ആണോ? കർക്കിടക മാസം വരാൻ പോവല്ലേ? മിഥുന മാസത്തിൽ അമ്മമാർക്കൊക്കെ പണി തുടങ്ങും വീട്ടിൽ. എന്താ പണി? വീട് ശുദ്ധീകരിക്കാൻ തുടങ്ങുമോ? കർക്കിടകത്തിൻ്റെ തലേ ദിവസം ഒരു ജ്യേഷ്ഠാ ഭഗവതിയെ പുറത്താക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നു വീടുകളിൽ. ഉണ്ടോ? ഇപ്പോൾ ഉണ്ടോ അതൊക്കെ? അല്ല, ഇപ്പോഴത്തെ ആര് വന്ന് പറയണമെന്നറിയാം? ആശാ വർക്കർമാരൊക്കെ വീട്ടിൽ വന്ന് പറയും. എന്താ പറയുക? മഴക്കാലം വരാൻ പോകുന്നു, അതുകൊണ്ട് പഴയതൊക്കെ എടുത്ത് കത്തിച്ച് കളയണം, അവിടെ കെട്ടിക്കിടക്കാൻ പാടില്ല. ശാസ്ത്രം പക്ഷെ പണ്ടേ ഋഷീശ്വരന്മാർ പറഞ്ഞു, കർക്കിടകം മഴക്കാലമാകാൻ പോകുന്നു, പഴയതെല്ലാം കൂട്ടിയെടുത്ത് പടിക്ക് പുറത്തു കൊണ്ടേ നശിപ്പിച്ച് കളയണമെന്ന് ആര് പഠിപ്പിച്ചു? ആര് പഠിപ്പിച്ചു? ഋഷീശ്വരൻ പഠിപ്പിച്ചു. വീട് വൃത്തിയാക്കിക്കുന്നു, അല്ലേ? എന്നിട്ടോ മഞ്ഞളും പൂവും വീട്ടിൽ കൊണ്ടുപോയി കെട്ടിവെക്കുന്നു, ദശപുഷ്പങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നു. എത്രമാത്രം നമ്മളെ പഠിപ്പിച്ചു ശാസ്ത്രം. ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു പോയി, നമ്മൾ കളഞ്ഞു. ഇതിനൊന്നും നമുക്ക് നേരമില്ല. ഇപ്പോൾ ആശാ വർക്കർമാർ വരിക വീട്ടിലേക്ക്, എവിടെയാണ് പ്ലാസ്റ്റിക് കൂടിക്കിടക്കുന്നത്, എവിടെയാണ് പഴയത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്, അതൊക്കെ കളയണം, മഴക്കാല രോഗം വരാൻ പോകുന്നു എന്ന് പറയേണ്ട ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നാം ശാസ്ത്രത്തെ മറന്നതാണെന്ന് ചിന്തിക്കുക. നാം ശാസ്ത്രത്തെ മറന്നു, പഠിച്ചില്ല. ആ കർക്കിടക മാസം 1-ാം തീയതി നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു തത്വമുണ്ട്. എന്താണ് ആ തത്വം? കലിയന് കൊടുക്കുക എന്ന് പറഞ്ഞ സമ്പ്രദായം വീടുകളിൽ ഉണ്ടായിരുന്നു. കലിയന് കൊടുക്കുക ഒരു സംസ്കാരത്തെ വളർത്തിയെടുക്കുന്ന വലിയൊരു തത്വമായിരുന്നു അത്. എന്തായിരുന്നു കലിയന് കൊടുക്കുക എന്നുള്ള തത്വത്തിൽ ഉണ്ടായിരുന്നു? നമ്മളെ കൊച്ചുമക്കളെ കൊണ്ടായിരുന്നു അത് ചെയ്യിച്ചിരുന്നത്. കുട്ടികളെ കൊണ്ടായിരുന്നു അമ്മമാർ ഒപ്പം പോയിട്ട്, അച്ഛനും അമ്മയും ഒപ്പം പോയി കുട്ടികളെ കൊണ്ട് കലിയ ചക്കയും ചോറും കഴിച്ചു പോകുന്നു കൂക്കി വിളിപ്പിക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ വെളിച്ചത്തിന് വേണ്ടി ചൂട്ട് കത്തിച്ച് വെച്ചിരുന്നു. വൈദ്യുതികളില്ലാത്ത കാലഘട്ടത്തിൽ വെളിച്ചത്ത് ഭക്ഷണം കൊടുക്കുന്നു. ആർക്ക്? ഈ പ്രകൃതിയെ നശിപ്പിക്കാൻ വരുന്ന കലിക്ക് പോലും ഭക്ഷണം കൊടുക്കുന്ന സംസ്കാരം പഠിപ്പിച്ചു ഭാരതത്തിൻ്റെ സനാതന ധർമ്മം. നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവർക്കും ഭക്ഷണം കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുത്ത് പറഞ്ഞേക്ക്, നിന്നെ ഉപദ്രവിക്കില്ല എന്ന ചിന്തയിലേക്ക് നമ്മളെ പഠിപ്പിച്ചെടുക്കുന്ന മഹത്തരമായ ഒരു സംസ്കാരം. ആ സംസ്കാരം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പോയി. അതിന് അനാചാരമെന്ന് പറഞ്ഞിട്ടോ കളിയാക്കിക്കൊണ്ട് അത് നശിപ്പിച്ച് കളഞ്ഞു നമ്മൾ. എത്ര മഹത്തരമായ സംസ്കാരം കുട്ടികളെ പഠിപ്പിക്കുക. നിന്റെ മനസ്സിലുണ്ടാവണം ശത്രു എന്ന ഭാവമില്ലാതിരിക്കാൻ. തന്നെ ഉപദ്രവിക്കാൻ വരുന്നവനും തൻ്റെ മിത്രമാണ്, അവനും ഭക്ഷണം കൊടുക്കണമെന്ന ആ സംസ്കാരം, ആ ധർമ്മം പഠിപ്പിക്കുന്നു. കർക്കിടകം 1-ാം തീയതി കലിയന് കൊടുക്കുക. അന്നത്തെ കാലഘട്ടത്തുണ്ടായിരുന്ന പ്രകൃതി വിഭവമായിരുന്ന ചക്കയും ചോറൊക്കെ വെച്ച്
കാളപ്പുറത്ത് കയറിപ്പോകാൻ പറഞ്ഞ് വിളിച്ചു കൂയിക്കുക കുട്ടികളുടെ സന്തോഷമായി പോ, ഞങ്ങളെ ഉപദ്രവിക്കല്ലേ കലിയ എന്ന് പറയുന്ന ആ മഹത്തര സന്ദേശം നാം ഉപേക്ഷിച്ചു. നമുക്കവിടെ ഇല്ല. നാം വീടുകളിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ നാട്ടിൽ അരാജകത്വമുണ്ടെങ്കിൽ അതിന് കാരണക്കാർ മറ്റാരുമല്ല, ഋഷീശ്വരൻ്റെ പാത. ഋഷീശ്വരന്മാർ പറഞ്ഞത് നമ്മൾ സ്വീകരിച്ചില്ല. നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് അതാണ് പഠിക്കുക, പഠിപ്പിക്കുക. നമ്മൾ വിചാരിക്കും വേദം പഠിക്കാനല്ല പറഞ്ഞത്, വേദം പഠിക്കാനല്ല പറഞ്ഞത്. വേദം പഠിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം വേദം പഠിക്കണമെങ്കിൽ അതിൻ്റെ തലത്തിലേക്ക് മാറണം. പുരാണങ്ങളുണ്ട്, നമുക്ക് കഥാരൂപത്തിലുള്ള പുരാണങ്ങളുണ്ട്, ഇതിഹാസമുണ്ട്. 18 പുരാണങ്ങളും 2 ഇതിഹാസങ്ങളും ലളിതമായി പഠിപ്പിക്കാൻ സാധിക്കുന്നു. ആ ലളിതമായി പഠിക്കാൻ കഴിയുന്നത് പോലും നാം മറന്നുപോയി. കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാറുണ്ടോ? ഉണ്ട്. വീട്ടിൽ രാമായണം വായിക്കുന്നവരൊന്ന് കൈബന്ധിക്ക്. വീട്ടിൽ ഞാൻ രാമായണം വായിക്കാറുണ്ട്. 1 2 മടിയൊക്കെ ആവും ചിലർക്ക് പൊന്തിക്കാൻ, പ്രശ്നമില്ല. വീട്ടിൽ രാമായണം വായിച്ചാൽ പോരാ. രാമായണം വായിക്കുമ്പോൾ രാമായണത്തിൻ്റെ തത്വം, രാമായണത്തിൽ ഒരു ചെറിയ തത്വം ഞാൻ നിങ്ങളുടെ മുന്നിലേക്കാണ്, മുഴുവൻ പറയാൻ സമയം കിട്ടില്ല. രാമായണത്തിൽ ലങ്കയിൽ പോയി രാവണനെ വധിച്ച് വിഭീഷണൻ ലങ്ക കൊട്ടാരം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ശ്രീരാമൻ. ആ സമയത്ത് ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുന്നൊരു വാക്യമുണ്ട്. എന്താ ലക്ഷ്മണൻ എന്താ ശ്രീരാമനോട് പറയുക? ഏട്ടാ, നമ്മൾ 10-14 വർഷമായി ഈ കാട്ടിൽ ജീവിക്കുന്നു. ഈ സ്വർഗതുല്യമായ ലങ്കയിൽ ഒരാഴ്ച താമസിച്ചിട്ട് പോയാൽ പോരെ? സ്വർഗതുല്യമായ ഈ ലങ്കയിൽ ഒരാഴ്ച താമസിച്ചിട്ട് പോയാൽ പോരെ? ശ്രീരാമൻ പറയുക, ജനനീ ജന്മഭൂമിച്ച സ്വർഗാദവി ഗരീയസി. ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് അനുജനെ പറഞ്ഞു കൊടുക്കുന്നു ശ്രീരാമൻ. ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമാണ്. അതുകൊണ്ട് ഉടനെ അയോധ്യയിലേക്ക് പോകണം. അതാണ് നമ്മുടെ സ്വർഗം. ഇന്ന് നമ്മുടെ മക്കൾ എന്താ പറയുക? ഞാൻ ഈ അടുത്ത ദിവസം SLC പരീക്ഷ കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു സ്കൂൾ ഒരു അനുമോദന ചടങ്ങ്, 100% വിജയിച്ച കുട്ടികൾക്ക് ഒരു അനുമോദന ചടങ്ങാണ്. ഈ അനുമോദന ചടങ്ങിൽ സ്കൂളിലെ എല്ലാ കുട്ടികളെയും വിളിച്ചു വരുത്തിയിട്ട് അനുമോദന ചടങ്ങിൽ സംസാരിക്കാൻ വന്ന ആളെ കുട്ടികളോട് ചോദിച്ചു, ഇവിടെ പഠിച്ച് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ കൈബന്ധിക്കാൻ പറഞ്ഞു. അതിലൊരു 20 കുട്ടികൾ കൈബന്ധിച്ചു. വീണ്ടും ചോദിച്ചു, ഇവിടെ പഠിച്ച് കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്നവർ കൈബന്ധിക്കാൻ പറഞ്ഞു. അപ്പോൾ 10-50 പേര് കൈബന്ധിച്ചു. വീണ്ടും ചോദിച്ചു, ഇവിടെ പഠിച്ചിട്ട് ഇന്ത്യക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ കൈബന്ധിക്കാൻ പറഞ്ഞു. മുഴുവൻ കുട്ടികളാണ് കൈബന്ധിച്ചു. മുഴുവൻ കുട്ടികളും. കുട്ടികളുടെ മനസ്സിൽ എന്താ ചിന്ത? ഇവിടെ പഠിച്ചിട്ട് ജോലി ചെയ്യാൻ എവിടെ പോകണം? ശ്രീരാമൻ്റെ കഥ പഠിച്ച കുട്ടി ആയിരുന്നെങ്കിൽ ഈ കുട്ടി എന്താ പറയുക? ശ്രീരാമൻ്റെ കഥ പഠിച്ച, രാമായണം പഠിച്ച കുട്ടിയാണെങ്കിൽ പറയും എന്താ, എനിക്ക് പഠിച്ച് എൻ്റെ നാട്ടിൽ ജോലി ചെയ്ത് എൻ്റെ അച്ഛനെയും അമ്മയെയും സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന ചിന്ത, ഈ ചിന്തയുള്ള മക്കളുണ്ടാവാൻ രാമായണം പഠിപ്പിക്കുക. രാമായണ പഠിപ്പിക്കുന്നത്. നോക്കൂ, ലക്ഷ്മണൻ, ആ ലക്ഷ്മണന് ശ്രീരാമൻ്റെ അടുത്ത് പറയുന്ന ഒട്ടനവധി അവസരങ്ങളുണ്ട്. സീതാദേവി അന്വേഷിച്ചു പോകുമ്പോൾ, ഞാൻ നീട്ടിപ്പറയുകയാണ്, സീതാദേവി അന്വേഷിച്ചു പോകുന്ന സമയത്ത് കുരങ്ങന്മാരെ കയ്യിൽ നിന്ന് ആഭരണത്തിൻ്റെ പൊതി കിട്ടി. ആ പൊതിയെ നോക്കിയിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് ചോദിക്കും. ശ്രീരാമൻ ലക്ഷ്മണനോടാണ് ചോദിക്കുക, ജ്യേഷ്ഠന്മാരെ, ഈ ആഭരണം സീതാദേവിയുടേതാണോ? ഈ ആഭരണം സീതാദേവിയുടേതാണോ? ലക്ഷ്മണൻ പറയും അതൊന്നും ലക്ഷ്മണൻ അറിയില്ല. പക്ഷേ പാദസരം എടുത്തപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, ഇത് സീതാദേവിയുടേതാണ്. എങ്ങനെ മനസ്സിലായി ലക്ഷ്മണന് സീതാദേവിയുടെയാണെന്ന്? ലക്ഷ്മണൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ജ്യേഷ്ഠത്തി അമ്മയുടെ പാദ നമസ്കാരം ചെയ്തു പോകുന്ന ലക്ഷ്മണന് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു? പാദസരം തിരിച്ച്. ഇത് നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കേണ്ട സംഭവമല്ലായിരുന്നു. ഇത് മക്കൾക്ക് കൊടുക്കേണ്ട സന്ദേശമല്ലായിരുന്നോ? അപ്പോൾ മക്കളെ പഠിപ്പിക്കേണ്ട ധർമ്മമെന്ന
ആ ധർമ്മത്തെ പഠിപ്പിക്കുവാൻ ആ കുടുംബ സങ്കല്പത്തെക്കുറിച്ച് പഠിക്കുവാൻ ക്ഷേത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തയ്യാറായതാണ് ബ്രഹ്മയജ്ഞം. പഠിപ്പിക്കുക. രണ്ടാമത്തെ ഒരു യജ്ഞമാണ് ദേവയജ്ഞം. ഞാൻ അദ്ദേഹം പഞ്ചമഹായജ്ഞം പറഞ്ഞതുകൊണ്ട് അതിലേക്ക് കിടക്കുക. രണ്ടാമത്തെ യജ്ഞമാണ് ദേവയജ്ഞം, നാമജപം. നാമജപത്തിന് ഒരുപാട് പരിപാടികളുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ക്ഷേത്ര ദർശനം നടത്താൻ നമുക്ക് സമയമുണ്ടോ? ദിവസേന സന്ധ്യാസമയത്ത് വീട്ടിൽ നാമം ജപിക്കാൻ സമയമുണ്ടോ? ഇല്ല. ഇതിനൊന്നും നമുക്ക് സമയമില്ല. എന്താ നാമം ജപിച്ചിട്ട് ഗുണം? ഇപ്പം നല്ല സുഖം. സന്ധ്യാദീപം എന്ന് പറഞ്ഞ അമൃത ചാനലൊക്കെ സന്ധ്യാദീപം വെച്ചാൽ എന്ത് കേൾക്കാം? സന്ധ്യയ്ക്ക് എന്ത് കേൾക്കാം? രാമായണം പോലും ടി വിയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. വായിക്കാൻ പഠിച്ചിട്ട് ടി വി തുറക്കുക രാമായണ മാസം. ഒന്നും നമുക്ക് ആവശ്യമില്ല, ഒന്നും നമുക്ക് കേൾക്കണ്ട. അപ്പം രാമായണം എന്ന് പറയുന്ന ആ രാമായണം ആരെങ്കിലും വായിക്കുന്നത് കേൾക്കാനുള്ള മനസ്സ് അതുപോലും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു, സമയമില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ എല്ലാത്തിനും സമയമുണ്ടായി. ഞാനൊരു സ്ഥലത്ത് അമ്മയും മരുമകളും തമ്മിലുള്ള വിഷയം പരിഹരിക്കാൻ പോയത്. അമ്മയും മരുമകളുമുള്ള വിഷയം സംസാരിക്കാൻ പോയി. ഇപ്പോഴല്ല, 2-3 വർഷമായി. ആ സമയത്ത് ഈ അമ്മ എന്നോട് പറയാം, ആ കറുത്ത മുത്തിലെ പെണ്ണിനെ പോലെയാണ് ഈ പെണ്ണ്. അപ്പോൾ അപ്പോഴാണ് ഈ കറുത്ത മുത്ത് സീരിയലിൻ്റെ എനിക്ക് മനസ്സിലായത്. കറുത്ത മുത്തിലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കറുത്ത മുത്ത് എനിക്കറിയില്ല കേട്ടോ. കറുത്ത മുത്തിൽ ആ പെണ്ണിനെ പോലെയാണ് പെടുന്നത്. അതിലെന്താ സംഭവം എനിക്കറിയില്ല. നമ്മളൊക്കെ അങ്ങനെയാ. നമുക്ക് പഠിക്കാൻ പാടില്ലാത്തത് നമ്മൾ പഠിക്കും. പഠിക്കേണ്ടതിലേക്ക് ശ്രദ്ധ പോവുമോ? അതിൽ നല്ല വശം ഉണ്ടാവും, അതിൽ നല്ല കാര്യങ്ങളുണ്ടാവും. അവിടേക്ക് നമ്മുടെ ശ്രദ്ധ പോവില്ല. എന്താണോ ദുഷിച്ചത് അതിലേക്ക് എന്തു പോകും? ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിപത്ത്. അപ്പോൾ പഠിക്കേണ്ടത് പഠിക്കാം, നല്ലതിൽ നമുക്ക് ചെയ്യാം. സീരിയൽ കാണണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്. സീരിയൽ കാണുമ്പോൾ കാണുന്നവർ മനസ്സിലാക്കേണ്ടതാണ്, സീരിയൽ കാണുന്നതുകൊണ്ട് ദോഷമില്ല. അതൊരു സ്വഭാവമാക്കി മാറ്റിയാൽ സ്വന്തം ആരോഗ്യത്തെ ഇല്ലായ്മ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താ കാരണം? തൻ്റെ ഹാർട്ട് 72 പ്രാവശ്യം അടിക്കേണ്ട ഹാർട്ട് 1 മിനിറ്റിൽ സീരിയൽ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലനം നടക്കുമല്ലേ? നടക്കുമോ? അത് ആർക്ക് കേടാ? ആർക്കാ കേട്? ഒരു 5 സീരിയൽ കാണുമ്പോൾ 10 വയസ്സ് ആയുസ് കുറഞ്ഞു എന്ന് കൂട്ടിക്കോളും. ഇത് സയൻസാ, പേടിക്കണ്ട. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാനും ഇതാണ് ക്ഷേത്രത്തിലുള്ളത്. അപ്പം ദേവയജ്ഞം വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു 10-20 മിനിറ്റ് സന്ധ്യാസമയത്ത് ദേവയജ്ഞം നാമം ജപിക്കാൻ സമയം കണ്ടെത്തുക. നമ്മൾ ഒറ്റയ്ക്ക് മക്കളോട് പോയി ചെയ്യേണ്ട പണിയല്ല. അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ജപിക്കും നാമം. അതാണ് ദേവയജ്ഞം. നമ്മുടെ കൃഷീശ്വരനോടുള്ള കടം വീട്ടാനുണ്ട്. നമുക്ക് കൃഷി പരമ്പരകളോട് വീട്ടാനുണ്ട്. കാരണം ഈ മനുഷ്യജന്മം കിട്ടാൻ എത്രയോ കൃഷി പരമ്പരകളുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത്. ആ കൃഷി പരമ്പരകളുടെ കടം വീട്ടുന്ന യജ്ഞമാണ് ദേവയജ്ഞം. മൂന്നാമത്തെ ഒരു യജ്ഞമുണ്ട്, മനുഷ്യയജ്ഞം. തിഥി നോക്കാതെ വരുന്ന അതിഥിയെ സ്വീകരിക്കൽ. തൻ്റെ വീട്ടിലേക്ക് വരുന്ന അതിഥിയെ സ്വീകരിക്കൽ. ഇപ്പം നല്ല സുഖം കേട്ടോ. ഇപ്പോൾ ആര് വന്നാലും നമ്മൾ പ്ലേറ്റിലൊക്കെയാണ് വെള്ളം കൊണ്ടുപോയി കൊടുക്കുക. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലാതെയാണെങ്കിൽ എങ്ങനെയാണ് ക്ലാസ്സിൽ വെള്ളം കൊണ്ടുപോയി കൊടുക്കുക? സത്യം പറയട്ടെ, പ്ലേറ്റിലാണ് കൊണ്ടുപോകുന്നതെങ്കിലും ആ പ്ലേറ്റ് അവിടെ വെച്ച് ആ ക്ലാസ് എടുത്ത് ആ ഒരു ഭവ്യതയോട് കൂടി കൊടുക്കുന്ന ആ രീതി ഉണ്ടല്ലോ, ആ രീതി അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. 2 കൈകൊണ്ട് വെള്ളം കൊടുക്കുന്ന സമ്പ്രദായം. ഇപ്പം പിന്നെ ക്ലാസ് കൊണ്ടുപോയി പ്ലേറ്റ് കൊണ്ടുപോയി നീട്ടല്ല. അതുകൊണ്ട് കുഴപ്പമില്ല, അതിൽ എടുത്തോളും, കുഴപ്പമില്ല, തെറ്റല്ല. തിഥി നോക്കാതെ വരുന്ന അതിഥിയെ സ്വീകരിക്കൽ. തൻ്റെ വീട്ടിലേക്ക് വരുന്നത് ദേവനാണ്. ആ ദേവനെയും ദേവതയെയും എന്താണോ തൻ്റെ വീട്ടിലുള്ളത് അത് ഭവ്യതയോടുകൂടി അവരെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുന്ന പ്രക്രിയ. പണ്ടൊക്കെ വീടിൻ്റെ ഉമ്മർത്ത് ഒരു കിണ്ടി ഉണ്ടാവും.
എന്തിനായിരുന്നു കിണ്ടി വെച്ചത്? എന്തിനായിരുന്നു? വരുന്ന ആള് കാല് കഴുകിച്ച് വെള്ളം കാൽമിക്കൊന്ന് ഒഴിച്ചു കൊടുത്ത്, അയാൾ ഒഴിക്കലല്ല, നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്ത് അയാളെ വീട്ടിലേക്ക് കയറ്റുക. ഇതൊരു സംസ്കാരമുണ്ടായിരുന്നു നമുക്ക്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. പോയി വീട്ടിൽ ഇപ്പം കിണ്ടി പോയിട്ട് ഒരു തുള്ളി വെള്ളപ്പം പൈപ്പുണ്ട്, അതുകൊണ്ട് കാല് കഴുകാൻ പറയാൻ മടിയാ. പൈപ്പ് വയ്ക്കും പലരും വീടിൻ്റെ മുന്നിൽ. പൈപ്പ് മതി, കുഴപ്പമില്ല. പക്ഷെ ആ വെള്ളം നമുക്കൊന്ന് കൊടുക്കാൻ സാധിക്കണ്ടേ കാല് കഴുകാൻ? വീട്ടിലേക്ക് വരുന്ന അതിഥിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ കഴിയണ്ടേ? അതിഥിയെ സ്വീകരിച്ചിരുത്തണ്ടേ? തൻ്റെ വീട്ടിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് വളരെ രസകരമായ ഒരു കഥയുണ്ട് എൻ്റെ മുന്നിൽ. കഥയല്ല, ഉണ്ടായ കാര്യമാണ്. എനിക്കൊരു സ്കൂട്ടിയുണ്ട്. ഞാൻ ആ സ്കൂട്ടിയിലാണ് എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുക. ഒരു ഗുരുവായൂർ ഏകാദശിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരമ്മ എന്നെ വിളിച്ചു, മുരളിയേട്ടാ എന്താ മുരളിയേട്ടൻ്റെ വണ്ടി ഒന്ന് എൻ്റെ മോന് കൊടുക്കുമോ? ഞാൻ കൊടുക്കാലോ. എന്താ ഒന്നും ചോദിച്ചില്ല. ഗുരുവായൂർ ഏകാദശി ദിവസം ഞാൻ വണ്ടി കൊടുത്തു. മോൻ പോയി, മോൻ ആ വണ്ടി കൊണ്ടുവന്നു. അപ്പോൾ എന്തിനാണ് ഈ വണ്ടി കൊണ്ടുപോയതെന്ന് കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചില്ല എന്തിനാന്ന്. പക്ഷെ വന്നപ്പോൾ ഞാൻ മോനോട് ചോദിച്ചു, മോനെ എന്തിനാ പോയത്? അതെ, ഏഴ്ത്തിയമ്മേൻ്റെ അച്ഛനും അമ്മയും വന്നു, അപ്പോൾ കുറച്ച് കോഴി വാങ്ങാൻ പോയതാണ്. ദിവസം ഏതാ നോക്കണേ, ദിവസം ഏതാണ്? ഗുരുവായൂർ ഏകാദശി. മരുമകളുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ അമ്മയ്ക്ക് എന്തു പോയി? സ്വീകരിക്കില്ലേ അതിഥികളെ? ഞാൻ ഇത് പറഞ്ഞ സമയത്ത് മോനോട് ആ ശരി പൊക്കോന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം ഈ അമ്മയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മേ ഇവർ പോയോ? മരുമകളുടെ അച്ഛനും അമ്മയൊക്കെ പോയോ? എൻ്റെ കുട്ടി അതൊന്നും പറയണ്ട, ഞാൻ കഷ്ടപ്പെട്ട് അപ്പോൾ മോനെ വിട്ട് കുറച്ച് അവരാ കോഴിയൊക്കെ കഴിച്ചതുമില്ല. അപ്പം ചോദിച്ചത് ഗുരുവായൂർ ഏകാദശി അല്ലേ അമ്മേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കി തരല്, അപ്പം ഞാൻ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? അമ്മയ്ക്കുള്ള പേടി എന്താ അറിയോ? ഇപ്പം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ കിട്ടില്ലേ എന്നുള്ള പേടിയാണ്. ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അപ്പോൾ കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ അവിടെയുള്ള ചിന്ത എന്താ? എനിക്ക് അവിടുന്ന് നല്ല ഭക്ഷണം കിട്ടലുണ്ട്, നന്നായി കഴിക്കാൻ പറ്റാറുണ്ട്, അപ്പം ഞാൻ അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ഗുരുവായൂരപ്പനൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി. പക്ഷെ വന്നവർ ഏകാശി നോറ്റ് വന്നവരുടെ കഴിച്ചില്ല. ഇത് നമ്മുടെ ചിന്ത. ഈ ചിന്തയല്ല ഉണ്ടാവേണ്ടത്. ഇതല്ല മനുഷ്യയജ്ഞം. തൻ്റെ വീട്ടിലേക്ക് വരുന്ന അതിഥിയെ ദേവന് തുല്യം കണ്ടുകൊണ്ട് ആനയിച്ചിരുത്തി അവർക്ക് ഭവ്യതയോടുകൂടി ഭക്ഷണം കൊടുത്ത് തൻ്റെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായത്തെയാണ് മനുഷ്യയജ്ഞം. ഞാനെന്നും എൻ്റെ മുത്തശ്ശി ഊണ് വിളമ്പി വരും. ഞങ്ങൾക്കൊക്കെ ഊണ് വിളമ്പി തരുന്ന മുത്തശ്ശിയായിരുന്നു. അപ്പോൾ മുത്തശ്ശി ഞങ്ങൾക്കൊക്കെ ഊണ് വിളമ്പി വരുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മ ഒരു പ്ലേറ്റിൽ ചോറ് വിളമ്പി അമ്മ മാറ്റി വയ്ക്കും മുത്തശ്ശി. അതെന്തുകൊണ്ടാണ് കുട്ടിക്കാലത്തൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. നമ്മളൊക്കെ ചോദിക്കാറുമില്ല മുത്തശ്ശിയോട്. 2 പ്ലേറ്റിൽ ഊണ് മാറ്റി വയ്ക്കാറുണ്ട് എൻ്റെ മുത്തശ്ശി. 2 പ്ലേറ്റിൽ ഊണ് മാറ്റി വയ്ക്കും. എന്നിട്ടാണ് മക്കൾക്ക് എല്ലാവർക്കും വിളമ്പി തരിക. മുത്തശ്ശിക്ക് വിളമ്പി തരാൻ ഒരാഗ്രഹം. ആ മുത്തശ്ശി മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്ന. അമ്മ വിളമ്പണമെന്നല്ല, മുത്തശ്ശി വിളമ്പണം. ഞങ്ങൾക്ക് തന്നെ ഇഷ്ടം മുത്തശ്ശി വിളമ്പി തരണമായിരുന്നു. അപ്പം ഞാനൊരു ദിവസം എൻ്റെ മുത്തശ്ശി ചെയ്യുന്ന പ്രക്രിയ എന്താ എൻ്റെ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു അത് മുത്തശ്ശിക്ക് അറിവില്ലാത്തതുകൊണ്ടാണെന്ന്. അമ്മയ്ക്ക് അറിയാൻ പറ്റി. പക്ഷെ ഞാൻ വീണ്ടും ഇതിനെന്തുകൊണ്ടാണ് മുത്തശ്ശി ഇത് ചെയ്യുന്നത്, ഈ ഒരു അന്വേഷണം എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നു. ആ വന്ന സമയത്ത് ഒരു കാര്യം മുത്തശ്ശിയോട് ഞാൻ ചോദിച്ചു, മുത്തശ്ശി എന്താണ് ഈ വിളമ്പി വയ്ക്കേണ്ട അർത്ഥം? അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അത് മോനെ നിൻ്റെ അച്ഛൻ വരുമ്പോൾ അച്ഛന് വിളമ്പി വെച്ചതാണ്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ വരില്ലല്ലോ അമ്മേ. അച്ഛൻ വന്നാൽ കൊടുക്കണ്ടേ? നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മോനെ അത് ഉച്ഛിഷ്ടമായി. ഉച്ഛിഷ്ടം ആർക്കും കൊടുക്കാൻ പാടില്ല. ഉച്ഛിഷ്ടം ആർക്കും കൊടുക്കാൻ പാടില്ല. അപ്പോൾ 2 പ്ലേറ്റിലോ ഒന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഈ ഊണ് കഴിക്കുന്ന സമയത്ത് വന്നാൽ അവർക്ക് കൊടുക്കണ്ടേ? അവർക്കും ഉച്ഛിഷ്ടം കൊടുക്കാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി ആർക്ക് കൊടുക്കാൻ പാടില്ല? അച്ഛന് കൊടുക്കാൻ പാടില്ല,
നമ്മളെ വീട്ടിൽ ആ നേരത്ത് വരുന്നവർക്ക് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണ് മക്കളെ. നോക്കൂ, ഈ ഒരു ഭാരതത്തിലെ ഒരു സംസ്കാരമായിരുന്നു. ഇന്ന് എന്താ സ്ഥിതി? നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ എവിടെ എത്തും? ഇത് നമ്മുടെ നമ്മൾ മക്കളെ കുറ്റപ്പെടുത്തുക, എല്ലാ കാര്യത്തിനും മക്കളെ കുറ്റപ്പെടുത്തും. പക്ഷെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ? മക്കളെ പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കാതിരിക്കുമ്പോൾ മക്കളാണോ തെറ്റുകാരും നമ്മളാണോ തെറ്റുകാരും? അവിടെയാണ് ബ്രഹ്മയജ്ഞം പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പം ഈ മനുഷ്യയജ്ഞം എന്ന് പറയുന്നത് ഇത്രമാത്രം പ്രാധാന്യമുള്ള യജ്ഞമാണ്. 4ാമത്തെ യജ്ഞമാണ് പിതൃയജ്ഞം. എന്താ പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ? മരിച്ചിട്ട് ബലിയിടുന്നതാണോ? ആണോ? അല്ല, അതിൻ്റെ പേരും എന്താ ആരും ഒന്നും മിണ്ടാത്തത്? മരിച്ചിട്ട് ഞാനേ ഒരു ഫലിതം പറയട്ടെ, നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഒരു ഫലിതം പറയാൻ പോവാം. ഒരു സ്കൂൾ സന്ദർശിക്കാൻ വരുന്നു അധ്യാപകരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. AOമാർ LP സ്കൂൾ സന്ദർശിക്കാൻ വരിക. ഇത് ഫലിതമാണ്. LP സ്കൂൾ സന്ദർശിക്കാൻ വരുമ്പോൾ തലേ ദിവസം ടീച്ചർ പറയും, മക്കളെ നാളെ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. പഴയ ആളുകൾക്കൊക്കെ അറിയണ്ടാവും സ്കൂൾ വരുമ്പോൾ. അപ്പോൾ കുട്ടികളോടൊക്കെ പറയും, നാളെ നിങ്ങൾ നല്ല വൃത്തിയുള്ള ഉടുപ്പിട്ട് വരണം. തലേ ദിവസം സ്കൂളൊക്കെ കുട്ടികളെ കൊണ്ട് അടിച്ചു വാരിച്ച് ടീച്ചർമാരൊക്കെ കൂടി അടിച്ചു വാരി വൃത്തിയാക്കി വെക്കും. അങ്ങനെ ടീച്ചർമാർ ടീച്ചർ സ്കൂളൊക്കെ വൃത്തിയാക്കി നല്ല കുട്ടികൾ വന്നു. AO വന്ന സമയത്ത് ക്ലാസ് എല്ലാം കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഇനി വെറുതെ കുട്ടികളെ ഒരു അക്കാഡമിക്കലൊന്ന് നോക്കാം. AO കുട്ടികളുടെ മുന്നിൽ നിന്നിട്ട് ചോദിച്ചു, കുട്ടികളെ പഴം എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു പയം എന്ന് പറഞ്ഞു. വീണ്ടും മാഷ് വെച്ച് കുട്ടികൾ എന്താ ഇപ്പം ഇങ്ങനെ കുട്ടികളെ വാഴ എന്ന് പറയും. അപ്പോൾ കുട്ടികൾ പറഞ്ഞു വായ. അപ്പോൾ AOയ്ക്ക് ഒരു സംശയം, മാഷോട് ചോദിച്ചു, എന്താ മാഷേ കുട്ടികൾ ഇങ്ങനെ? അപ്പോൾ മാഷ് പറഞ്ഞു, അതാണ് ഇവിടുത്തെ തയക്കവും പയക്കവും. നിങ്ങളൊന്നും മിണ്ടുന്നില്ല, അതുകൊണ്ടൊക്കെ ഇത് പറയേണ്ടി വന്നു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണം. ഈ ഒരു തയക്കവും പയക്കവും പോരാ, നമുക്ക് തഴക്കവും പഴക്കവും ആവണം. നമ്മളൊക്കെ അറിവുള്ളവരാവണം. ഹിന്ദുവിൻ്റെ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയുന്നത് വേദമാണ്. വേദം എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് എന്നാണ്. അറിവുള്ളവനാണ് ഹിന്ദു. നമുക്കുണ്ടാവണം ഈ നമ്മുടെ അടിസ്ഥാനപരമായ ശാസ്ത്രത്തെ വേദത്തെ പഠിച്ചുകൊണ്ട് വേദമായി അറിവുള്ളവൻ. വെച്ചാൽ വേദം ഋഗ്വേദവും യജുർവേദവും അഥർവേദവും സാമവേദവും പഠിക്കുക എന്നുള്ളതല്ല. ഒത്തിരി അറിവുകൾ പ്രകൃതിയിലുണ്ട്. ഈ പ്രകൃതിയിലുള്ള അറിവിനെ നേടിയെടുക്കാൻ ഇപ്പം നമ്മുടെയൊക്കെ മക്കളെ വളർത്തുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കോഴീനെ കണ്ട് പഠിക്കണം. കോഴീനെ കണ്ട് പഠിച്ചിട്ടുണ്ടോ? കോഴി മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ ആദ്യം ചെനക്കി കൊടുക്കും, കുട്ടികളെ കൊത്തിക്കും, ശത്രുക്കൾ വരുമ്പോൾ തൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ ഒതുക്കും. കുട്ടികൾ പാറാനും കാലുകൊണ്ട് ചെനക്കാനുമായാൽ സ്വന്തം പോയി ചെനക്കി തിന്നാൻ പറയും. കൊത്തിയാട്ടുക എന്നൊരു പറഞ്ഞ പദ്ധതിയുണ്ട് ഇല്ലേ? നമ്മളൊക്കെ മക്കളെ എങ്ങനെ വളർത്തുന്നത്? ഡിഗ്രി പഠിച്ചാൽ പറയും കല്യാണ സമയത്ത് എൻ്റെ കുട്ടിക്ക് ഒന്നും അറിയില്ലട്ടോ, ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം വീട്ടിലേക്ക്. കല്യാണ സമയത്ത് വീട്ടുകാരോട് പറയും ഇല്ലേ, എൻ്റെ കുട്ടിക്ക് ഒന്നും അറിയില്ലട്ടോ, അവൾ പഠിക്കുകയായിരുന്നു. അങ്ങനെയല്ലേ ഇപ്പോൾ പറയാറ്? ഞാൻ പറയും കോഴീനെ കണ്ടുപഠിക്ക്. എടുക്കേണ്ടത് എടുത്ത് പഠിപ്പിക്കണം. അത് പഠനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ആരാ പഠിപ്പിക്കുക? അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഈ പിതൃയജ്ഞം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളത്. മരിച്ചിട്ട് ചെയ്യേണ്ടതല്ല. മരിച്ചിട്ട് ചെയ്യുന്ന പിതൃയജ്ഞം വേറെയാണ്. ശ്രാദ്ധവും ബലിയും കുലബലിയും എല്ലാം വേറെയാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ദിവസേന നാം ചെയ്യേണ്ട യജ്ഞമാണ് പിതൃയജ്ഞം. ആര് കാണണം ഈ യജ്ഞം? ആര് കാണണം? വീട്ടിൽ വയസ്സായവരുണ്ടെങ്കിൽ അവരെ വിളിച്ച് അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കുന്നു, ചെറിയ കുട്ടികൾക്കും ഒപ്പം ഭക്ഷണം കൊടുക്കുന്നു. വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കാല് തൊട്ട് വന്ദിക്കുന്നു. വീട്ടിൽ വയസ്സായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്ത് ശമ്പളം കിട്ടുമ്പോൾ ഒരു ശമ്പളത്തിൻ്റെ തുക അവരെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇതാ പിതൃയജ്ഞം. ജോലി ചെയ്യുന്നതോടൊപ്പം നമുക്ക് കിട്ടുന്ന വയസ്സായിരിക്കുന്ന നമ്മുടെ വീട്ടിലെ ആളുകളെ കയ്യിൽ കൊടുക്കണം. അത് 5 രൂപയാവട്ടെ 10 രൂപയാവട്ടെ കൊടുക്കാൻ കഴിയണം നമുക്ക്. ഈ പിതൃയജ്ഞം അനുഷ്ഠിക്കാൻ പഠിപ്പിച്ചു നമ്മളെ വീടുകളിൽ അനുഷ്ഠിക്കേണ്ട യജ്ഞം ദിവസേന. സ്വാമി വിവേകാനന്ദൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്.
ഒരച്ഛനും അമ്മയും. ആ അച്ഛനും അമ്മയും തൻ്റെ കുട്ടികളെ, നല്ല 2 പേർക്കും ജോലിയുണ്ട്, ആ വീട്ടിലൊരു മുത്തച്ഛനുമുണ്ട്. പക്ഷേ ഇവർക്ക് നമുക്കൊന്നും കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എൻ്റെ കുട്ടി ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വളരട്ടെ എന്ന് വിചാരിച്ച് കുട്ടിയെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് അയച്ചു. അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് അയച്ച കുട്ടി അവിടുന്ന് പഠിച്ച് നേടിയെടുത്ത ആ കുട്ടിയുടെ അറിവ്, ആ അറിവുമായിട്ടാണ് ആ കുട്ടി വീട്ടിൽ വളരുന്നത്. അച്ഛനും അമ്മയും മേശപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കും. വീട്ടിലിരുന്ന മുത്തച്ഛനെ പുറത്ത് മൺചട്ടിയിൽ ഭക്ഷണം കൊടുക്കും. അപ്പോൾ കുട്ടി മുത്തച്ഛനോടൊരു ദിവസം പറയുകയാണ്, മുത്തച്ഛൻ ഭക്ഷണം മേടിക്കുമ്പോൾ ഈ ചട്ടി അങ്ങ് വീണ് പൊട്ടണം, മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് ചട്ടി പൊട്ടണം. അപ്പോൾ മുത്തച്ഛൻ ചോദിക്കാം, പിന്നെ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും മോനെ? മുത്തച്ഛൻ അതൊന്നും അറിയണ്ട, ചട്ടി അങ്ങ് പൊട്ടിക്കും, മുത്തച്ഛന് ഭക്ഷണം ഞാൻ തരും. അങ്ങനെ മുത്തച്ഛൻ ഭക്ഷണം വാങ്ങി വരുമ്പോൾ കയ്യിൽ നിന്ന് വരുന്ന ഈ ചട്ടി അങ്ങ് പൊട്ടുന്നു. കുട്ടി ഓടി വന്നിട്ട് മുത്തച്ഛനെ അങ്ങ് ചീത്ത പറയും, വഴക്ക് പറയുക. എന്ത് പണിയാണ് മുത്തച്ഛൻ ചെയ്തത്? മുത്തച്ഛൻ ആ മൺചട്ടി മനപ്പുറമിട്ട് പൊട്ടിച്ചതല്ലേ, ഞാനിനി എൻ്റെ അച്ഛനമ്മയ്ക്കും പുതിയ മൺചട്ടി വാങ്ങണ്ടേ എന്നൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ അച്ഛനമ്മയ്ക്കും ഞാൻ പുതിയ മൺചട്ടി വാങ്ങണ്ടേ? ഈ കുട്ടി അതങ്ങ് ചോദിച്ചപ്പോഴാണ് അച്ഛനമ്മയ്ക്ക് എന്ത് മനസ്സിലായി? നാളെ എൻ്റെ സ്ഥിതി എന്താണ്? മൺചട്ടി. പിന്നെ അച്ഛൻ ഒരിക്കലും മൺചട്ടിയിൽ ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടില്ല. അറിവുള്ള സമൂഹത്തെ മക്കളിലൂടെ അറിവ് നേടാൻ സാധിച്ചാൽ അത് അറിവ് തന്നെയാണ്. അവിടെയാണ് പിതൃയജ്ഞത്തിൻ്റെ പ്രത്യേകത ഇരിക്കുന്നത്. ഈ പിതൃയജ്ഞം വീടുകളിൽ അനുഷ്ഠിക്കാതെ വന്നപ്പോൾ, ഈ പിതൃയജ്ഞം നമ്മൾ മാറ്റിയപ്പോൾ, മരിച്ചു കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും ഓടി വന്ന് നിലവിളിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ധൃതി കാണിക്കുന്ന മക്കൾ ചിന്തിക്കുക, ഏറ്റവും വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന ബോധത്തിലേക്ക് വരിക. ജീവിച്ചിരിക്കുമ്പോൾ പിതൃയജ്ഞം അനുഷ്ഠിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ നോക്കൂ, നമ്മുടെ അച്ഛനും അമ്മയും എത്ര വിട്ടാണ് ജോലി ചെയ്യുന്നെങ്കിൽ കൃത്യമായ ഒരു സംഖ്യ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലേക്ക് എത്തട്ടെ പ്രായമായിരിക്കുന്നുണ്ടെങ്കിൽ. മക്കൾക്കത് എത്തണമെങ്കിൽ മക്കളെ വളർത്തിയെടുക്കണം നാം, വീട്ടിൽ നിന്ന് വളർത്തിയെടുക്കണം നാം. അതാ പിതൃയജ്ഞം. പിന്നീടോ മറ്റൊരു യജ്ഞമുണ്ട്, ഭൂതയജ്ഞം. ഞാനിത് സാറ് പറഞ്ഞതുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. ഞാൻ വിചാരിച്ച വിഷയം ഇതല്ലായിരുന്നു ഇവിടെ. ഭൂതയജ്ഞം 5ാമത്തെ യജ്ഞം, പ്രസിദ്ധമാണ് യജ്ഞം. ശബരിമലയ്ക്ക് മാലയിട്ടാൽ അയ്യപ്പന്മാർ ഭക്ഷണം കഴിക്കുന്നതിന് ഭിക്ഷയ്ക്ക് വിളമ്പി വെച്ച് ശരണം വിളിച്ച് ഭക്ഷണത്തെ അമൃതാക്കിയതിന് ശേഷം കുറച്ച് ഭക്ഷണം എടുത്ത് മാറ്റി വയ്ക്കും. ഉണ്ടോ? അതെന്തിനാണ് മാറ്റി വയ്ക്കുന്നത്? ആർക്കാ? അയ്യപ്പനെയാണോ? ആർക്കാ മാറ്റി വയ്ക്കുന്നത്? ഇത് തന്നെയാണ് ഭൂതയജ്ഞം. നമ്മളോട് പറഞ്ഞു, ദിവസേന വീട്ടിൽ, ആ വീട്ടിൽ നിന്ന് രാവിലെ ഭക്ഷണം ഉണ്ടാക്കിയാൽ ആദ്യം അല്പം ഭക്ഷണവും വെള്ളവും പുറത്തു വയ്ക്കണം, എന്നിട്ട് വേണം നാം കഴിക്കാൻ. പ്രകൃതിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. സ്വന്തം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റാത്ത ജീവജാലങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന, ഉള്ളിടത്ത് പോയി എടുത്തു കഴിക്കാൻ പറ്റുന്ന ജീവജാലങ്ങൾ, അങ്ങനെ ഒട്ടനവധി തരത്തിലെ ജീവജാലങ്ങളുണ്ട്. ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന സംസ്കാരം അതായിരുന്നു ഭൂതയജ്ഞം. നമ്മൾ വിശ്വസിക്കുന്നു, നമ്മുടെ ജന്മം, ഈ ജന്മത്തിൽ അടുത്ത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മം പുണ്യമായി തീരാൻ വേണ്ടി നടത്തുന്ന, അടുത്ത ജന്മത്തെ പുണ്യമാക്കാൻ വേണ്ടി ഭൂതയജ്ഞം അനുഷ്ഠിക്കാൻ പഠിപ്പിച്ചു ഭാരതീയെ. ഈ 5 യജ്ഞം നടത്തിയാലാണ് മനുർഭവ ജനയാ ദൈവം, ഗുണശാലിയായ മനുഷ്യനായി മാറും. ഇപ്പം ഞാനൊക്കെ പറയാറുണ്ട്, ഈശ്വരൻ എനിക്ക് അടുത്തൊരു ജന്മം പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അഥവാ ഒരു ജന്മമുണ്ടെങ്കിൽ അത് സ്ത്രീയായിട്ട് ജനിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. നിങ്ങളൊക്കെ എന്താ പ്രാർത്ഥിക്കുക? ഇവിടെ ഇരിക്കുന്ന അമ്മമാരോടൊക്കെ ചോദിക്കാറുണ്ട്. അമ്മയ്ക്കൊരു പ്രാധാന്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എന്താ നമ്മൾ പ്രാർത്ഥിക്കുക? പല അമ്മമാരും പറയുന്ന കേട്ടോ, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ പെണ്ണാവാതിരുന്നാൽ മതിയിരുന്നു എന്നൊക്കെ പ്രാർത്ഥിക്കും, ഇല്ലേ? പ്രാർത്ഥിക്കാറില്ലേ? എന്താ കാരണം? വീട്ടിലെ ദുരിതം, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഇനി അടുത്തൊരു പെണ്ണായി ജനിക്കാതിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും സ്ത്രീ ജന്മത്തെക്കുറിച്ചിട്ട്, സ്ത്രീ എന്ന വാക്കിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ?
സ്ത്രീ എന്ന വാക്ക് അബല എന്നൊരു വാക്ക് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് നമ്മളെ പഠിപ്പിച്ചതാണ്. ഒരിക്കലും ഒരു സ്ത്രീ അബലയല്ല, അതവിടെ ഇരിക്കട്ടെ. സ്ത്രീ ഒരു വാക്കാണ്, വേദവുമായി ബന്ധപ്പെട്ട വാക്കാണ് സ്ത്രീ, സാധാ വാക്കല്ല. പുരുഷനൊരു വാക്കാണ്. വാക്കുകളുണ്ടാകുന്നത് അക്ഷരങ്ങൾ കൊണ്ടാണ്. വാക്കുകളുണ്ടാകുന്നത് അക്ഷരങ്ങൾ കൊണ്ടാണ്. പുരുഷൻ എന്ന വാക്കിലെ അക്ഷരം പാരാഷാന, ചില്ലക്ഷരം ചേരുമ്പോൾ പുരുഷനാകുന്നു. സ്ത്രീ എന്ന വാക്കിലെ അക്ഷരം അറിയുന്ന ഒരമ്മയെന്ന് കൈപ്പൊന്തിക്ക് എൻ്റെ മുന്നിൽ. സ്ത്രീ എന്ന വാക്കിൽ അക്ഷരമറിയുന്നൊരമ്മ. ഇത് നിങ്ങളുടെ കുഴപ്പമല്ല. ഒരു ജനിച്ച സ്ത്രീയും തൻ്റെ വാക്കിൻ്റെ അക്ഷരം മനസ്സിലാക്കിയിട്ടില്ല, അത് പഠിപ്പിക്കുന്നുമില്ല. ശാസ്ത്രം പഠിച്ചവന്, വേദം പഠിച്ചവന് അറിയാം സ്ത്രീ എന്ന വാക്കിലെ അക്ഷരം. വേദം പഠിച്ചവനോട് ചോദിച്ചാൽ അവൻ പറയും സ്ത്രീ എന്ന വാക്കിൻ്റെ അക്ഷരം. പക്ഷേ സ്ത്രീ എന്ന വാക്കിലെ അക്ഷരം നമ്മളെ പഠിപ്പിച്ചില്ല. 3 അക്ഷരവും ചില്ലക്ഷരവും ചേർന്ന വാക്കാണ് സ്ത്രീ. 3 അക്ഷരം, സ ത ര. ഈ 3 അക്ഷരവും അതിൽ ചില്ലക്ഷരവും ചേരുമ്പോൾ അത് സ്ത്രീ ആയി മാറുന്നു. എന്താ ഈ അക്ഷരത്തിൻ്റെ പ്രത്യേകത എന്നറിയാവോ? മനുഷ്യന് വേണ്ട 3 ഗുണങ്ങളുണ്ട്: സദ്ഗുണം, തമോ ഗുണം, രജോ ഗുണം. ഈ 3 ഗുണത്തിന് ഉടമ ആരാണോ അവരാണ് ആര്? നോക്കൂ. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഐശ്വര്യത്തിൻ്റെ ദേവത ലക്ഷ്മിയായത്, നമ്മുടെ ശക്തിയുടെ ദേവത ദുർഗയായത്, വിദ്യയുടെ ദേവത സരസ്വതിയായത്. പ്രധാനപ്പെട്ട മനുഷ്യന് ആവശ്യമുള്ള ശക്തിയും സമ്പത്തും വിദ്യയുടെയും ദേവതയായി ഈ ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ 3 ഗുണത്തെയും ഒരുമിപ്പിക്കുന്ന ഈ മഹത്തരമായ സന്ദേശം, ഈ മഹത്തരമായ സന്ദേശം, ആ സന്ദേശമാണ് സ്ത്രീ. ആലോചിച്ചു, അത് അറിഞ്ഞുണ്ടോ നമ്മളാരെങ്കിലും? അതുകൊണ്ടാണ് വീട്ടിലെ ഗ്രഹനാഥ. ആരാണ് വീടിൻ്റെ നാഥ? ആരാ? അമ്മയാണ്. ആദ്യം ആരെയാണ് കുട്ടികളുടെ ഗുരുനാഥ? അല്ല, ഈശ്വരൻ അമ്മയാണ്. അമ്മ, മാതാ പിതാ ഗുരുദൈവം, മാതാവിൽ നിന്ന് തുടങ്ങുന്നു. ഈ അമ്മയുടെ സത്യത്തെ തിരിച്ചറിയുമ്പോൾ, സ്ത്രീ എന്ന വാക്കിൻ്റെ അക്ഷരങ്ങളെ, അർത്ഥത്തെ മനസ്സിലാക്കുമ്പോൾ, ആ അമ്മ വളർന്നു വരുന്ന കുടുംബത്തിൽ അമ്മ കുടുംബത്തെ വിളക്കാക്കി മാറ്റും. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ കയ്യിലേക്ക് എന്താ തരുന്നത്? എന്താ തരുന്നത്? ഇതൊക്കെ ചിന്തിച്ചിട്ടാണോ വിളക്ക് വാങ്ങാറ്? പഠിപ്പിക്കാറുണ്ടോ മക്കളെ? ഉണ്ടോ? നോക്കൂ, എത്ര വലിയ സന്ദേശം! ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ ഈശ്വരന്മാർ ഒന്നൊന്നായി നമ്മുടെ മുന്നിലേക്ക് വെച്ച് തന്നിട്ട് ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അഭിപ്രായം പറയാൻ എല്ലാവരും ഉണ്ടാവും. വലത് കാല് വെക്കി, ഇടത്ത് കാല് വെക്കി, അപ്പുറത്തെ കാല് വെക്കി എന്നൊക്കെ പറയും. ഈ പറയുന്നവനോട് ചോദിക്കുക, എന്താ ഇപ്പം ഇടത്ത് കാല് വെച്ചാലെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? എന്തുത്തരം പറയും? ഇടത്ത് കാലം മനുഷ്യൻ്റെ കാലല്ലേ? ഞാൻ പറയും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ സ്ത്രീ ഇടത് കാലം, പുരുഷൻ വലത് കാലം വെച്ച് കയറണമെന്ന് ഞാൻ പറയും. തർക്കിക്കാൻ പറയില്ല. 2 കാലും തുല്യമാണ്. പക്ഷേ അവിടെ ഇടാപിങ്കള സങ്കല്പമുണ്ട്. സങ്കല്പം മനുഷ്യൻ്റെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്ന നാഡിയും പുറത്തേക്ക് വിടുന്ന നാഡിയും സംഗമിക്കുമ്പോഴാണ് ശക്തിയാകുന്നത് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷനിലേക്ക് ചേരുമ്പോൾ, സ്ത്രീയും പുരുഷനും ഒന്നാകുമ്പോൾ ശക്തിയായി തീരണമെങ്കിൽ ഇടയും പിങ്കളയും ഒന്നിക്കുന്നത് കൊണ്ട് സ്ത്രീ ഇടത് കാലും പുരുഷൻ വലത് കാലും വെച്ച് കയറുമ്പോൾ അവിടെ ഇടയും പിങ്കളയും സംഗമിച്ച് ശക്തിസ്വരൂപിണിയാകുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് തർക്കിക്കാൻ പറയില്ല. അത് ഒരു കല്യാണ വീട്ടിൽ പോയി പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ?
സ്ത്രീനോട് പറയാം, നീ ഇടത് കാലം വെക്ക്, ആദ്യത്തെ സ്റ്റെപ്പ് പറയുമ്പോഴത് അവസ്ഥ ആലോചിക്ക്. തർക്കമായില്ലേ, പ്രശ്നമായില്ലേ, അതുകൊണ്ട് തർക്കിക്കാൻ പറയില്ല, പക്ഷെ പഠിക്കുക. രണ്ട് കാല് വെച്ചാലും കുഴപ്പമില്ലേ, വലത് കാല് വെച്ച് കയറിയ കുഴപ്പമല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വലത് കാല് വെച്ച് കയറുന്ന കുഴപ്പമാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറയുന്ന പറയുകയാണെങ്കിൽ അങ്ങനെ പറയുന്ന പറഞ്ഞത്. അവിടെ ശക്തിയായിരിക്കണം. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കല്പം കുടുംബസങ്കല്പമാണ്. ഒരു പ്രാധാന്യമുണ്ട് അതിന്. നമ്മുടെ കുടുംബസങ്കല്പത്തെ മനസ്സിലാക്കി തരുന്ന ഒരു ഫോട്ടോ ഉണ്ട് നമ്മുടെയൊക്കെ മുന്നിൽ, നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഫോട്ടോ ഏതാണ്? കേട്ടിട്ടുണ്ടോ? ശിവപാർവതിയുടെ ഫോട്ടോ ഉള്ള വീടുകളൊന്ന് കൈവന്നിക്ക്. ശിവപാർവതിയുടെ ഫോട്ടോ ഉള്ള ശിവപാർവതി മാത്രം പോരാ, ശിവപാർവതി നിൽക്കുമ്പോൾ സുബ്രഹ്മണ്യനും ഗണപതിയും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ വീട്ടിലൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കണം. വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കണം. ഇതാണ് ഭാരതത്തിൻ്റെ കുടുംബസങ്കല്പം. ശിവൻ്റെയും പാർവതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും ഗണപതിയുടെയും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചാൽ അത് ഭാരതത്തിൻ്റെ കുടുംബസങ്കല്പമാണ്. അതെങ്ങനെ ഭാരതത്തിൻ്റെ കുടുംബസങ്കല്പമാകും? എങ്ങനെയാകും? ശിവന്റെ കഴുത്തിൽ കിടക്കുന്നത് ആരാ? പാമ്പല്ലേ? ഗണപതിയുടെ വാഹനം എന്താ? എലിയ. പാമ്പിൻ്റെ ഭക്ഷണമാണ് എന്ത്? എലി. സുബ്രഹ്മണ്യൻ്റെ വാഹനം എന്താ? മയില. ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പ് ആരുടെ ഭക്ഷണമാണ്? മയിലിൻ്റെ ഭക്ഷണമാണ്. പാർവതിയുടെ വാഹനം ഏതാ? സിംഹമാണ്. ശിവന്റെ വാഹനം ഏതാണ്? കാളയാണ്. സിംഹത്തിൻ്റെ ഭക്ഷണമാണ് കാള. പരസ്പരം കണ്ടാൽ ഭക്ഷണമാക്കുന്ന ആളുകളെ പോലും ഒരുമിച്ച് കൂട്ടുന്ന, ഒരുമിച്ച് നിർത്തുന്ന ഈ സങ്കല്പമാണ് ഭാരതത്തിൻ്റെ കുടുംബസങ്കല്പം. നമ്മുടെ നാടിൻ്റെ കുടുംബസങ്കല്പം അതാ. നമുക്ക് ശത്രുക്കളില്ല, ശത്രുക്കളെല്ലാം. ഇതാണ് നമ്മളെല്ലാം പഠിപ്പിക്കുന്നത്. ക്ഷേത്രവും പഠിപ്പിക്കുന്നതാ. ക്ഷേത്രം, നിങ്ങൾ ക്ഷേത്രത്തിൽ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ബലി തൂവുന്നപ്പോൾ ബലി തൂവുന്നൊരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ബലി തൂവുന്ന ചടങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? ഈ കുടുംബസങ്കല്പമാണ്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ക്ഷേത്രത്തിൽ ഇതെല്ലാം പഠിക്കാൻ കഴിയും. പഠിപ്പിക്കുന്ന ഈ കേന്ദ്രത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ക്ഷേത്രത്തിൽ വരുമ്പോൾ തെക്കുഭാഗത്ത് ഒരു നീണ്ട കല്ല് കാണും. ഉണ്ടോ? 7 ചെറിയ കല്ലും 2 കല്ല് അപ്പുറത്തും വെച്ചിട്ടൊരു 7 കല്ല് തെക്കുഭാഗത്ത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും ആ കല്ല്? കണ്ടുണ്ടോ? അത് സപ്തമാതുക്കൾ ഗണപതിയും വീരഭദ്രനുമോ. അതിൻ്റെ അടുത്ത് വേറൊരു കല്ലുണ്ട്, യമൻ എന്ന് പറയുന്ന ഒരു കല്ലുണ്ട്. ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ബ്രാഹ്മി, മഹേശ്വരി, വൈഷ്ണവി, കൗമാരി, ചാമുണ്ടി, ഇന്ദ്രാണി, ചാമുണ്ട. ഈ 7 കല്ലുകളുണ്ട്. ഈ 7 കല്ലുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൃഷ്ടി ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സൃഷ്ടിയാണ് പഠിപ്പിക്കുന്നത്. എവിടെ സൃഷ്ടി? ഒരു ഗർഭാധാനത്തെക്കുറിച്ചുള്ള സൃഷ്ടിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ബ്രാഹ്മി. ആ സൃഷ്ടി. അവിടെ അടുത്തിരിക്കും മഹേശ്വരി. ദേഷ്യഭാവത്തിൽ കുട്ടികളുണ്ടാവരുതെന്ന് പഠിപ്പിക്കുക നമ്മൾ. ദേഷ്യഭാവത്തിൽ മക്കളുണ്ടാവാൻ പാടില്ല. അതിൻ്റെയൊക്കെ ദോഷം. അതിനെന്ത് വേണം? കൗമാരി. ഗുരുവിനെ സ്ഥാപിച്ചു. നമുക്ക് ചെറുപ്പത്തിലൊരു ഗുരു വേണം, വളർച്ചയിലൊരു ഗുരു വേണം. അറിവുള്ളവനായി മാറിയാൽ, അറിവുണ്ടായാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ശാസ്ത്രത്തെ പഠിച്ചു വരുന്ന ഗുരു വേണം. അവിടെയാണ് വൈഷ്ണവി വെച്ചിട്ട് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് അവൻ്റെ ഉള്ളിലെ ഗുണവാസങ്ങളെ വളർത്തിയെടുക്കണം. അതിന് വരാഹി എന്ന് പറഞ്ഞാൽ ഉള്ളിലെ സാധനത്തെ ഇളക്കിയെടുക്കുന്നത്. ഇന്ദ്രാണി അതിൻ്റെ മേലോട്ട് ഉയരുന്നത്. ചാമുണ്ട. അപ്പം മനുഷ്യൻ തൻ്റെ കുട്ടിയെ ഉണ്ടാക്കി വളർത്തിയെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് സപ്തമാതുക്കളിലൂടെ നമ്മളെ പഠിപ്പിക്കുക. ക്ഷേത്രത്തിലുണ്ട്, പഠിപ്പിച്ചു തരിക. പക്ഷെ ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? പഠിക്കണമെങ്കിൽ എന്താ വേണ്ടത്? എന്താ വേണ്ടത്? പഠിക്കണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? പഠിക്കണമെങ്കിൽ എന്ത് വേണം?
ആരും മിണ്ടുന്നില്ല കേട്ടോ. പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മനുഷ്യന് വേണ്ടത് 3 സാധനം. എന്താ അത്? എന്താ 3 സാധനം വേണ്ടത്? സാമ്പത്തികം അവിടെ ഇരിക്കട്ടെ, മനുഷ്യന് വേണ്ട 3 സാധനം ഏതൊക്കെയാ? സാമ്പത്തികം പിന്നീടുള്ളതാ. വേണ്ടത് പറ. നമുക്കറിയാവുന്നൊരു മുദ്രാവാക്യം ഉണ്ടെന്നാണ്, വേണം ഭക്ഷണം എല്ലാവർക്കും, വേണം പാർപ്പിടം എല്ലാവർക്കും, അല്ലേ? ഞാൻ ചോദിച്ചത് അതല്ല. മനുഷ്യന് വേണ്ട 3 സാധനം ഏതാ? ശരീരം വേണോ? മനസ്സ് വേണോ? ബുദ്ധി വേണോ? ഇത് 3ഉം വേണം. ഏതാ വേണ്ടത്? മനസ്സ്, ശരീരം, ബുദ്ധി. നിങ്ങളിവിടെ ഇരിക്കുന്ന ഈ ഉണ്ണിയെ എല്ലാവരും അറിയോ? ഇവിടെ ഒരാളിരിക്കുന്നു, ഉണ്ണി. ഇദ്ദേഹം കൈലാസ ക്ഷേത്രത്തിൻ്റെ ഭക്തനാണ്. ഈ ഉണ്ണിയുടെ കുറേ കാലങ്ങൾക്ക് മുന്നേ ഉണ്ണിക്ക് സംസാരിക്കാൻ സാധിക്കില്ല. വായേന്ന് എപ്പോഴും തേനൊലിച്ച് ഇവിടെ എല്ലാം കണ്ടാൽ നമ്മളൊന്ന് അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത നിന്നിരുന്നൊരു കുട്ടിയാണ്. എന്നെ എവിടെ കണ്ടാലും വലിയ ഇഷ്ടമാണ് ഉണ്ണിക്ക്. ഈ ഉണ്ണി കൈലാസ ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകനായിരുന്നു. കൈലാസ ക്ഷേത്രത്തിലെ സാമൂഹ്യാരാധനയിലെ നിത്യ പങ്കാളിയായിരുന്നു. ഈ ഉണ്ണിയെ അവിടെ സാമൂഹ്യാരാധനയിൽ പങ്കെടുത്ത് വർത്തമാനം പറയാൻ തുടങ്ങി. സാമൂഹ്യാരാധനയിൽ പങ്കെടുത്ത് തേനൊലി മാറി. ഇന്ന് രോഗവിമുക്തനായിക്കൊണ്ട് ഉണ്ണി മാറിയിരിക്കുക. ഈ ഉണ്ണി ഇവിടെ അടുത്താ തോടായത്തത്. ഞാൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നൊരു തെളിവാണ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചത്. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ അവിടെ വരുന്ന സമയത്ത് സാമൂഹ്യാരാധനയും കൈലാസ ക്ഷേത്രത്തിലൊക്കെ വരുമ്പോഴും ഉണ്ണിയെ പരിചയമുള്ള കുട്ടിയാണ്. ചെറിയ ആളൊന്നല്ല, ഇപ്പോൾ പ്രായം കുറേ ആയി. അപ്പോൾ എവിടെയാണോ മനസ്സറിഞ്ഞ് ശരീരത്തിന് പ്രാധാന്യമുണ്ട്, ശരീരവും മനസ്സും ബുദ്ധിയും. നമുക്ക് പഠിക്കണമെങ്കിൽ ബുദ്ധി വേണമെങ്കിൽ നല്ല ശരീരം വേണം, നല്ല മനസ്സ് വേണം. ഈ നല്ല ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാവുകയുള്ളൂ. നല്ല ശരീരം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നല്ല ഭക്ഷണം. മനസ്സ് ശരീരം ഉണ്ടായാൽ ഉണ്ടാവും. നല്ല ശരീരം ഉണ്ടാവാൻ എന്ത് വേണം? നന്നായി ഭക്ഷണം കഴിക്കണം, അല്ലേ? ആണോ? നല്ല ഭക്ഷണം കഴിച്ച് ശരീരം ഉണ്ടാവുമോ? പോഷകാഹാരം ശരീരത്തിന് ആവശ്യമാണ്. ഈ അന്നമയ കോശത്തിന്. ഇത് അന്നമയം കൊണ്ടുള്ള അന്നം കൊണ്ടുണ്ടാവുന്നത് തന്നെയാണ്. പക്ഷേ അത് അളവിൽ കൂടിയാലും കേടാണ്. ഒരു പാകത്തിന് കഴിയുമ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 1 മണിക്കൂർ സംസാരിച്ചാൽ 3800 കലോറി ഊർജ്ജം എനിക്ക് നഷ്ടമാവും. ഈ 3800 കലോറി ഊർജ്ജം നഷ്ടമാവാൻ ഞാനുള്ള ഭക്ഷണം കഴിക്കണം, അത് സംശയമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ സാധിക്കില്ല. ഈ ശരീരത്തിന് ശക്തി ഉണ്ടാവണമെങ്കിൽ, അന്നമയ കോശത്തിന് ശക്തി ഉണ്ടാവണമെങ്കിൽ ശുദ്ധി ഒരു ഘടകമാണ്. എന്ത് ഘടകമാണ്? ശുദ്ധി ഘടകമാണ്. എപ്പോഴും നല്ലത് എപ്പോൾ കുളിക്കുന്നതാ? നല്ലതാ ഞാൻ ചോദിച്ചാൽ എപ്പോഴും കുളിക്കട്ടോ. ഏറ്റവും നല്ലത് എപ്പോൾ കുളിക്കുന്നതാ? ഒന്ന് പറ, എപ്പോൾ ഉറക്കെ പറ. രാവിലെ എന്ന് കുട്ടികൾ പറയുന്നു. അമ്മമാർക്ക് എന്താ അഭിപ്രായം? രാവിലെ എത്ര മണിക്ക്? 8 മണിക്കോ? പുലർച്ചയ്ക്കോ? 5 മണിക്കോ? ഇതിലൊക്കെ നമുക്കൊരു കൃത്യനിഷ്ഠമില്ലാതെയാവുക. ഭൂമിയിലേക്ക് സൂര്യൻ 45 ഡിഗ്രി ചെരിഞ്ഞു പതിക്കുന്നതിന് മുന്നേ കുളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് ഉദയത്തിൻ്റെ മുന്നേ കുളിക്കുന്നതാണ് ഉത്തമം. നമ്മൾ സൂര്യനുമായിട്ടൊരു ബന്ധമുണ്ട് നമുക്ക്. സ്വാമിയോട് ഒരു ചോദ്യം ചോദിച്ചു, ചിദാനന്ദ സ്വാമിജിയോട് ഒരാളൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയാവോ? സ്വാമി, മാംസമൊക്കെ കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. മാംസം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ സ്വാമി ഇയാളോട് ചോദിച്ചു, നീ കഴിക്കുന്ന സാധനം ആരോഗ്യം ഉണ്ടാക്കുന്നത് എവിടുന്നാന്ന് ചോദിച്ചു. അപ്പോൾ അത് പുല്ല് കഴിക്കും. ആ പുല്ല് നിങ്ങൾക്കാണ് കഴിച്ചാൽ പോരെ എന്ന് ചോദിച്ചു സ്വാമി.
പുല്ല് കഴിച്ച ഒരാൾ ആരോഗ്യമുണ്ടാക്കി അത് കഴിച്ച് നമുക്ക് ആരോഗ്യം ഉണ്ടാവണം. സ്വാമി പറഞ്ഞതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, സൂര്യൻ്റെ ഊർജത്തെ നേരിട്ട് സ്വീകരിച്ച് ആ സ്വീകരിക്കുന്ന സാധനം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് സ്വാമി പറഞ്ഞതിൻ്റെ അർത്ഥം. സൂര്യൻ്റെ ഊർജത്തെ നേരിട്ട് സ്വീകരിച്ച് ആ സൂര്യൻ്റെ ഊർജത്തെ ഉൾക്കൊള്ളുന്ന ചെടി കഴിക്കുന്നതാണ്, ഭക്ഷണം കഴിക്കുന്നതാണ്, പച്ചക്കറി കഴിക്കുന്നതാണ് മനുഷ്യന് നല്ലത്. മാംസം കഴിക്കുന്നത് തെറ്റാണെന്നല്ലേ പറയുന്നത്. ഗുണം അതാണ്, ഗുണം അതാണ്. അപ്പോൾ നാം കഴിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ജീവിത രീതി, നിഷ്ഠ, ഇതെല്ലാം ശരീരത്തിന് ആവശ്യമാണ്. കുറേ ഭക്ഷണം കഴിച്ചു എന്നതുകൊണ്ട് ശരീരമുണ്ടാവില്ല. അതുകൊണ്ട് എന്തായാലും ഒരു സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഒന്ന് വീട്ടിൽ ഉണരാനുള്ള, പണ്ട് പറയാറെന്താ, വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ എന്താ പറയുക, കാക്ക നിലത്തിറങ്ങുന്നതിന് മുന്നേ എന്താ പറയുക, ഇപ്പം പറയാം മുത്തശ്ശിക്ക് പ്രാന്താന്ന് പറയും നമ്മളില്ലേ. കാക്ക നിലത്തിറങ്ങുന്നതിന് വീട് ശുദ്ധീകരിക്കണമെന്ന് പറയുന്ന മുത്തശ്ശിമാരുണ്ടായിരുന്നു ഇല്ലേ? ഇല്ലേ? ആ മുത്തശ്ശിമാരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചതുകൊണ്ട് ഇപ്പം എന്തായിന്ന് അറിയാവോ? എന്തായി? ഒന്നും അറിയാത്തവരായി നമ്മൾ. അവർക്ക് അവരുടെ അറിവിനെ പകർത്താൻ നമുക്ക് സാധിച്ചില്ല. ഏറ്റവും നല്ല ഉത്തമമായ സമയം സൂര്യൻ ഭൂമിയിലേക്ക് പതിക്കുന്നതിനെ, കുളി കഴിഞ്ഞ് സൂര്യനെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആ ഊർജത്തെ സ്വീകരിക്കുന്ന ശരീരമുണ്ടല്ലോ, അവിടെ ഊർജമുണ്ടാവും, എനർജറ്റിക്കാവും, പ്രതിരോധശേഷിയുള്ളതാവും. നമ്മുടെ വീട്ടിൽ ഈ ശീലം വളർത്തണം. അപ്പോൾ ശരീരത്തെ ഉണ്ടാക്കുമ്പോൾ, നല്ല ശരീരമുള്ളപ്പോൾ നല്ല മനസ്സുണ്ടാകും. ആ നല്ല മനസ്സും നല്ല ശരീരത്തെയും ബുദ്ധിയെ വികസിപ്പിച്ചെടുക്കും. ഈ ബുദ്ധിയെ വികസിപ്പിച്ചെടുത്താലാണ് പഠിക്കാനുള്ള കഴിവ് നമ്മളിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ടാണ് വീട്ടിൽ നാമം ജപിക്കാൻ പറയുന്നത്. എന്താണെന്നറിയാവോ? ഡോക്ടർമാരുടെ ചിഹ്നം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഡോക്ടർമാരുടെ ചിഹ്നം എന്താ? ഡോക്ടർമാരുടെ ചിഹ്നം രണ്ട് പാമ്പ്, ഒരു നിലവിളക്ക് പോലത്തെ സാധനത്തിൽ രണ്ട് പാമ്പ് ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും? എംബ്ലോ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഡോക്ടേഴ്സിൻ്റെ എംബ്ലോ. ശാസ്ത്രം, സയൻസ് വളർന്നപ്പോൾ കണ്ടെത്തി മനുഷ്യൻ്റെ ആരോഗ്യത്തിന് പറ്റിയ സിമ്പിളാണ് ഉണ്ടാക്കി വെച്ചത്. ഈ സിമ്പിൾ എവിടെ നിന്ന് ഉണ്ടായതാ? ഈ സിമ്പിൾ ഉണ്ടായത് നമ്മുടെ ഗ്രന്ഥത്തിൽ നിന്നാണ്. ആർക്കെങ്കിലും അറിയോ ഈ സത്യത്തെ? നമ്മുടെ ഗ്രന്ഥം മതർവേദം കൃത്യമായി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മനുഷ്യൻ്റെ ശരീരത്തിൽ നട്ടെല്ല് തുടങ്ങുന്ന ഭാഗത്ത് പാമ്പാകൃതിയിൽ ഒരു ഞരമ്പുണ്ട്, 3.5 ചുറ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഈ ഞരമ്പിനെ സുഷ്മനിലൂടെ ഉണർത്തിക്കൊണ്ടുവന്നാൽ അവൻ, അതുകൊണ്ടാണ് പണ്ട് മുത്തശ്ശി പാടിയത്, പടിയാറും കടന്നു ചെന്നാൽ ശിവനെ കാണാനാകും ശിവശംഭോ. നമ്മൾ വിചാരിച്ചു ആ പടി ഏതാണെന്നറിയോ? ഏതാ പടി? ആ പടിയാണ് തൻ്റെ അകത്തിരിക്കുന്ന മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന് പറയുന്ന 6 പടി. നട്ടെല്ല് തുടങ്ങുന്ന ഭാഗത്ത് മൂലാധാരം. ഈ മൂലാധാരത്തിലാണ് ഈ പാമ്പാകൃതിയിലുള്ള ഞരമ്പ് ഇങ്ങനെ നിൽക്കുന്നത്. പുറത്തുനിന്ന് ശ്വാസം വലിക്കുന്ന പിങ്കളയും പുറത്തേക്ക് ശ്വാസം വിടുന്ന ഇടയും ചെന്ന് ചേർന്നിരിക്കുന്നത് ഈ മൂലാധാരത്തിലാണ്. അവിടുന്ന് സുഷ്മന, നട്ടലിനെ ചുറ്റിയൊരു നാഡിയുണ്ട്, അത് പൊട്ടിയാൽ മനുഷ്യന് നടക്കാൻ പറ്റില്ല. ഈ സുഷ്മനിലേക്ക് ബന്ധിച്ച് സുഷ്മന അങ്ങനെ തലച്ചോറിനെ ബന്ധിച്ചിരിക്കുകയാണ്. ഈ തലച്ചോറിനെ ബന്ധിച്ചിരിക്കുന്ന നാഡി, ആ നാഡിയെ ഉണർത്തിയെടുക്കുന്ന പ്രക്രിയയാണ് നാമജപം. അതിനാണ് നാമം ചൊല്ലാൻ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് സന്ധ്യാസമയത്ത് എല്ലാവരും നട്ടെല്ല് നൂർന്നിരുന്ന്, സന്ധ്യാസമയം എന്ന് പറയുമ്പോൾ കഴിക്കേണ്ട വൈകുന്നേരം മാത്രമല്ല സന്ധ്യ. സന്ധ്യ എന്ന് പറയുന്നത് വൈകുന്നേരം മാത്രമല്ല. സന്ധ്യ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്ന സമയത്തെ, കൂടിച്ചേരുന്നു, ഉദയവും അസ്തമയം കൂടിച്ചേരുന്ന സന്ധ്യ എന്ന് പറയും. പ്രഭാത സന്ധ്യയുണ്ട്, സായം സന്ധ്യയുണ്ട്, മധ്യാഹ്ന സന്ധ്യയുണ്ട്. ഏറ്റവും പ്രധാനമാണ് പ്രഭാത സന്ധ്യയും സായം സന്ധ്യയും. ഈ 2 സന്ധ്യാസമയത്തും നാമം ജപിക്കുന്നത് ഉത്തമമാണ്. ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് കേടാണ്. ഇതൊക്കെ പറയില്ലേ മുത്തശ്ശിമാർ പണ്ട് പറയില്ലേ, സന്ധ്യയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല? സന്ധ്യയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. സന്ധ്യയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീട്ടിൽ അടുക്കള പ്രവർത്തിക്കുക. അതുകൊണ്ട് എല്ലാവരും എന്താ സ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സന്ധ്യയ്ക്ക് വീട്ടിൽ അടുക്കള പ്രവർത്തിക്കാൻ പാടില്ല. സന്ധ്യയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. സന്ധ്യാസമയത്ത് ജപിക്കാൻ, നാമം ജപിച്ചിരിക്കാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അണുപ്രസരണമുള്ള സമയം ഏതെന്ന് ചോദിച്ചാൽ അത് സന്ധ്യാസമയമാണ്. ഈ അണുപ്രസരണം നടക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല.
കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിരുന്നു. പക്ഷെ നമ്മൾ പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല. ഈ സന്ധ്യാസമയത്ത് എല്ലാം വേണ്ടാത്തത് ചെയ്യുന്ന സന്ധ്യാസമയത്താണ്. മത്സ്യം വീട്ടിൽ കൊണ്ടുവന്നാൽ നന്നാക്കുക എപ്പോഴാ സന്ധ്യയ്ക്ക, എല്ലാം സന്ധ്യയ്ക്ക. സന്ധ്യാസമയം എന്തിനു വേണ്ടി? ആ സമയത്താണ് ഏറ്റവും കൂടുതൽ അണുക്കൾ, വൈറസുകൾ നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത്. ആ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കുട്ടികൾക്ക് കൊടുക്കുന്നു. എത്ര തെറ്റാ ചെയ്യുന്നത് നമ്മൾ. അതുപോലെ ചില കുട്ടികളെ കാണിക്കുന്ന അമ്മമാർ, എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട്. TV ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുക കുട്ടിക്ക്. TV ഓൺ ചെയ്ത് വെച്ചിട്ട് നോക്കൂ, ആ TV ഓൺ ചെയ്ത് വെച്ച് ഭക്ഷണം കൊടുക്കുന്ന കുട്ടി ഭക്ഷണം കഴിക്കേണ്ടായിരിക്കും. പക്ഷെ ആ കുട്ടിയുടെ വയറ്റിലേക്ക് പോകുന്ന വൈറസുകളെക്കുറിച്ച് ഏത് അച്ഛനും അമ്മയാണ് ചിന്തിക്കാറ്? അതിലും നല്ലത് ആ കുട്ടി പട്ടിണി കിടക്കുകയല്ലേ. ആ കുട്ടിയെ പട്ടിണി കിടക്കുക. ഒരിക്കലും ഒരു കുട്ടിക്ക് TV-യുടെ മുന്നിൽ വെച്ച് ഗർഭിണി പോലും TV കാണാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഗർഭിണികൾ പോലും ആ കുട്ടിയൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ചിലർ ഫോൺ തുറന്നു വെക്കുന്നു, ചിലർ ഞാൻ എത്രയോ വീടുകളിൽ പോകുമ്പോൾ കാണുന്ന മക്കളെ ഭക്ഷണം കഴിക്കാൻ. ചില ആളുകൾ കുട്ടികളെ പേടിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്നു, ഭൂതം വരുന്നു, പ്രേതം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നു. കുട്ടികളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടികളെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന സമ്പ്രദായം വീട്ടിലുണ്ടാവണം. എവിടെയാണ് ഈ സന്തോഷം ഉണ്ടാക്കേണ്ടത്? അമ്മ കുട്ടിക്കൊരു ഉമ്മ കൊടുത്ത് ഭക്ഷണം കൊടുക്ക്. അമ്മ കുട്ടിക്ക് മുല കൊടുക്കുമ്പോൾ ആ കുട്ടിക്കൊരു ഉമ്മ കൊടുക്ക്. ആ കുട്ടിയെ വളർത്തിയെടുക്ക്. ഈ അടുത്ത ദിവസം എന്നെയൊക്കെ വേദനിപ്പിച്ച ഒരു കഥ ഞാൻ വായിക്കുകയുണ്ടായി. ഈ സ്കൂൾ അവസാന വർഷം ടീച്ചർ ചോദിക്കുകയാണ്, LP സ്കൂളിലെ കുട്ടികൾ തന്നെയാണ്, 4ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ വളർത്തു വലുതായാൽ എന്താവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? എനിക്കൊരു പേപ്പറിൽ എഴുതി തരണം. ഏറ്റവും നല്ല അഭിപ്രായം എഴുതിയ കുട്ടിക്ക് ഞാൻ നാളെ ഒരു സമ്മാനം തരും എന്ന് ഈ ടീച്ചർ പറഞ്ഞു. അങ്ങനെ പേപ്പറിലെടുത്ത് കുട്ടികളെല്ലാവരും എഴുതി വെച്ചു. എല്ലാവരും ഓരോ അഭിപ്രായം എഴുതി വെച്ചു. ഈ അഭിപ്രായങ്ങളെല്ലാം ടീച്ചർ ശേഖരിച്ചു. അതിനുശേഷം ടീച്ചർ പറഞ്ഞു, നാളെ ഞാൻ ഇത് നോക്കിയിട്ട് പറയാം ആരാണ് നല്ലത്. എല്ലാവരും എഴുതി വെച്ചു. എല്ലാവരും ഓരോ അഭിപ്രായം എഴുതി വെച്ചു. ഈ അഭിപ്രായങ്ങളെല്ലാം ടീച്ചർ ശേഖരിച്ചു. അതിനുശേഷം ടീച്ചർ പറഞ്ഞു, നാളെ ഞാൻ ഇത് നോക്കിയിട്ട് പറയാം ആരാണ് നല്ലത്. അങ്ങനെ പറഞ്ഞ സമയത്ത് ടീച്ചർ വീട്ടിൽ പോയി. വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഈ പേപ്പർ എടുത്ത് നോക്കി. അപ്പോൾ ഭർത്താവ് അവിടെ അടുത്ത റൂമിലിരുന്ന് ഫോണിലൂടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടി ആ സമയത്ത് അപ്പുറത്തിരുന്ന് ഫോണിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ വിളിക്കും, നിനക്ക് വരാനായില്ലേ. അപ്പോൾ ഭാര്യ പറയും, ഞാനിന്നിങ്ങനെ വീട്ടിൽ കുട്ടികളോട് കുറച്ച് അഭിപ്രായം എഴുതി വെച്ചിട്ടുണ്ട്, ആ അഭിപ്രായം ഒന്ന് നോക്കിയിട്ടങ്ങ് വരാം. അങ്ങനെ എഴുതി വെച്ച അഭിപ്രായങ്ങൾ നോക്കിയ സമയത്ത് ഒരു കുട്ടി എഴുതി വെച്ചിരിക്കുന്നു, എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതി. എല്ലാവരും ഡോക്ടർ, എഞ്ചിനീയർ ഒക്കെ പറയുമ്പോൾ ആ കുട്ടി എഴുതി വെച്ചിരിക്കുന്നു, എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതി. എന്നിട്ട് ആ കുട്ടി അതിൻ്റെ ചവിട്ടിൽ എഴുതി വെച്ചു, ഞാനൊന്ന് വിളിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും അവിടെ നിൽക്കും, ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറയും. പക്ഷെ എൻ്റെ വീട്ടിലെ ഫോണൊന്ന് ബെല്ലടിച്ചാൽ ഓടി വന്ന് ആ ഫോൺ എടുത്ത് മുഖത്തോട് വയ്ക്കും. അതുകൊണ്ട് എനിക്ക് ആ ഫോണായാൽ മതി. ഈ അഭിപ്രായം ഇത് കഥയാണെങ്കിലും ഇതിലെ സത്യത്തെ ഞാൻ തിരിച്ചറിയുന്നു. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ നടക്കുന്ന സത്യമാണ്. ആ കുട്ടി അത് എഴുതി, ആ കുട്ടി അതിൻ്റെ അഡ്രസ്സ് നോക്കി ടീച്ചർ ഉടനെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഒരു കുട്ടി എഴുതിയ അഭിപ്രായം കാണിച്ചു കൊടുക്കുക. ഭർത്താവ് പറയുകയാണ്, ഉടനെ നീ ഈ കുട്ടിയുടെ രക്ഷിതാവിനെ അറിയിക്കുക. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ആ അഡ്രസ്സ് ഒന്ന് വായിക്കാൻ പറഞ്ഞു. അഡ്രസ്സ് നോക്കിയപ്പോൾ ഈ ടീച്ചറുടെ കുട്ടി തന്നെയാണ് എഴുതി വെച്ചത്, എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതി. കുട്ടികളെ വളർത്താൻ നമുക്ക് സമയമുണ്ടോ? കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സമയമുണ്ടോ? കുട്ടികളെ ലാളിക്കാൻ നമുക്ക് സമയമുണ്ടോ? കുട്ടികൾക്ക് സ്നേഹം കൊടുക്കാൻ നമുക്ക് സമയമുണ്ടോ? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സമയമുണ്ടോ? നമ്മളെല്ലാം കുട്ടികളെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെക്കുറിച്ച് പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് സാധിക്കണ്ടേ? അതുകൊണ്ടാണ് ആധ്യാത്മികത, ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അപ്പം നല്ല ശരീരമുണ്ടാവണം നമുക്ക്. ഈ നല്ല ശരീരവും നല്ല മനസ്സുമുണ്ടെങ്കിൽ, നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ, ഈ ബ്രഹ്മയജ്ഞം അറിഞ്ഞാൽ, പഠിപ്പിക്കാൻ സാധിച്ചാൽ നല്ല തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഈ ശരീരമുണ്ടാവാൻ 5 സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് ഈ ശരീരം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ശരീരം മാത്രമല്ല,
ഈ ഇരിക്കുന്ന എല്ലാ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കപ്പെട്ടതും ഈ 5 സാധനങ്ങൾ കൊണ്ടാണ്. ഈ 5 സാധനമാണ് മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ശരീരത്തിന് പുഷ്ടിയോടുകൂടി നിൽക്കാൻ ഈ 5 സാധനത്തിൻ്റെ കണ്ടൻസ് നമുക്ക് ആവശ്യമാണ്. ഇത് ക്ഷേത്രത്തിൽ പോയാൽ കിട്ടും. എന്താ ഈ 5 സാധനത്തിൻ്റെ കണ്ടൻസ് ക്ഷേത്രത്തിലുള്ളത്? നോക്കൂ. ഭൂമി തത്വത്തിൻ്റെ പ്രസാദം ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഭൂമി തത്വത്തിൻ്റെ പ്രസാദം പ്രത്യാത്മനെ ഗന്ധം ധാരയാമി. തിരുമേനി പൂജ ചെയ്യുക. പ്രത്യാത്മനെ ഗന്ധം ധാരയാമി. അവിടെ പൃഥ്വിയെ, ഭൂമിയെ ഗന്ധമായി ആരാധന നടത്തി, ആ ഗന്ധമായി ആരാധന നടത്തി തരുന്ന പ്രസാദമാണ് ചന്ദനം. ചന്ദനം ഈ ഭൂമി തത്വത്തിന് ശക്തി കൊടുക്കും. ദിവസേന ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്ത്, ചന്ദനം വാങ്ങ്, നെറ്റിയിൽ ചന്ദനം ചൊടു. ആ നെറ്റിയിൽ ചന്ദനം തൊട്ട് കഴിഞ്ഞാൽ ഭൂമി തത്വത്തിന് ശക്തി കിട്ടും. ആകാശാത്മനെ പുഷ്പം പൂജയാമി. ആകാശത്തിൻ്റെ പ്രതീകമായി പുഷ്പത്തെ ആരാധന നടത്തുന്നു. അമ്പലത്തിലെല്ലാ പുഷ്പം പൂജിക്കുമോ? ഔഷധ ഗുണമുള്ള പുഷ്പമാണ് ക്ഷേത്രത്തിലെടുക്കുന്നത്. എന്നിട്ടോ ഈ പുഷ്പം എവിടെയാണ് വെക്കാൻ പറഞ്ഞത്? നമ്മളോട് എവിടെ വെക്കാൻ പറഞ്ഞു? നിങ്ങളെ ഇവിടുന്ന് പറിച്ചൊരു പുഷ്പം എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. പ്രാസാദത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആരാധന നടത്തിയ ഊർജത്തെ സ്വീകരിച്ച പുഷ്പം ചെവിയിൽ വെക്കാൻ പറഞ്ഞു. ആകാശം എന്ന് പറഞ്ഞാൽ ശബ്ദ തരംഗങ്ങളുടെ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് ആകാശം. ശബ്ദത്തെ ഗ്രഹിക്കുന്ന സാധനം ഏതാണ്? ചെവി. അപ്പോൾ പുഷ്പം എവിടെ വയ്ക്കാൻ പറഞ്ഞു നമ്മളോട്? നോക്കൂ, ഇത്ര വലിയ സത്യമൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞോ? വെറുതെ ഒരു കളിയാണെന്ന് വിചാരിക്കുക അമ്പലത്തിൽ പോണത്. എൻ്റെ വീട്ടിലെ വഴിപാട് കഴിച്ച് എൻ്റെ ദുഃഖം മാറാൻ മാത്രമാണോ അമ്പലത്തിൽ പോകുന്നത്? ഈ ശരീരത്തിനെ എനർജറ്റിക് ആക്കുന്ന പഞ്ചഭൂതങ്ങളെ നോക്ക്, എത്ര മഹത്തരം. പിന്നെയോ നമ്മളോട് വഴിപാട് കഴിക്കാൻ പറഞ്ഞു, അമ്പലത്തിൽ നിവേദ്യം കഴിക്കാൻ പറഞ്ഞു. ആ നിവേദ്യം പ്രസാദമായി സ്വീകരിച്ച് കഴിക്കാൻ പറഞ്ഞു. ജലത്തിന് ശക്തി കൊടുക്കുന്നു നിവേദ്യം. ദിവസം അമ്പലത്തിൽ പോയി പായസം കഴിക്കുങ്ങൾ. വെറുതെ പറഞ്ഞു വെച്ച കാര്യമല്ല. പായസം ദിവസേന കഴിക്കുക. തിരുമേനി അകത്ത് കൊണ്ട് പ്രാസാദത്തിൽ നിന്ന്, അതാണ് പ്രസാദം എന്ന വാക്കുണ്ടായത്. പ്രാസാദത്തിൽ ആരാധന നടത്തി, ആ ആരാധന നടത്തി ഊർജത്തെ ആവാഹിച്ച പ്രസാദം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ആ പ്രസാദം, അതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് പ്രസാദം മേടിക്കുമ്പോൾ ദക്ഷിണ വെച്ച് വേണം വാങ്ങാം. എത്രയെന്ന് ഞാൻ പറയില്ല, അത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ ശരീരത്തിന് ഗുണമാകുന്ന, നമ്മുടെ ശരീരത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അവിടെ ആരാധന നടത്തി പ്രസാദം തരുമ്പോൾ ആ പ്രസാദം സ്വീകരിക്കുമ്പോൾ ദക്ഷിണ വെച്ച് സ്വീകരിക്കണം. ആ പ്രസാദം കഴിക്കുക. അവിടെ കർപ്പൂരാധന നടത്തുമ്പോൾ ആ ധൂമത്തെ ഒഴിയുമ്പോൾ വായുവിൻ്റെ ശക്തി കിട്ടുന്നു. അവിടുത്തെ വിളക്കിനെ നോക്കുമ്പോൾ, നിലവിളക്ക് നോക്കുമ്പോൾ അഗ്നിയുടെ തത്വത്തെ കിട്ടുന്നു. ഈ 5 ഗുണവും ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ഈ ശരീരത്തിന് 5 ഗുണവും. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകണം, ക്ഷേത്ര ആരാധന നടത്തണം. ക്ഷേത്ര ആരാധന നടത്തുന്നതോടൊപ്പം നാം വളർന്നു വരണം, നാം പഠിക്കപ്പെടണം. നമ്മൾ പഠിക്കുമ്പോഴാണ്, മനസ്സിലാക്കി വളർന്നു വരുമ്പോഴാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച്, ക്ഷേത്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഈ തത്വത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മളിത് വീടുകളിൽ ആചരിച്ചു വരണം. ക്ഷേത്രത്തിൽ പോവുക, വഴിപാട് കഴിക്കുക, പ്രസാദം കഴിക്കുക എന്ന് മാത്രം പോരാ. ഇത് നമ്മുടെ വീട്ടിലേക്ക് ആവാഹിക്കാൻ. ഇപ്പം രാവിലെയൊക്കെ ഉണരുമ്പോൾ ഭർത്താവിൻ്റെ കാല് തൊടുന്ന എത്ര അമ്മമാരുണ്ട്? ഭർത്താവിൻ്റെ കാല് തൊട്ട് വന്നിട്ടാണ് ഞാൻ പോവാറ്. എണീറ്റ് പോകുമ്പോൾ തലേന്ന് രാത്രിത്തെ പ്രശ്നം കാരണം രാവിലെ കാലൊന്നും തൊടാൻ ചിലപ്പോൾ തോന്നില്ല അല്ലേ? എത്ര ദുഷ്ടനായ ഭർത്താവട്ടെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുതിത്തരാം. നിങ്ങൾ ഉപദേശിക്കാൻ പോവരുത് ഭർത്താക്കന്മാരെ.
നിങ്ങൾ എത്ര ദുഷ്ടനായ ഭർത്താവാണെങ്കിലും നിങ്ങളൊരു 6 മാസക്കാലം ആ ഭർത്താവിൻ്റെ കാല് തൊട്ട് എണീറ്റ് പോ, ആ ഭർത്താവ് മറ്റൊരു ഉപദേശവുമില്ലാതെ നല്ല മനുഷ്യനായി തീരുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ശക്തി ഉണ്ടല്ലോ, അത്രമാത്രമാണ് അമ്മമാരുടെ ശക്തി. അമ്മയുടെ ശക്തി മനസ്സിലാക്കണം. തൻ്റെ ഭർത്താവിൻ്റെ കാല് തൊട്ട് വന്നിക്ക് തലേ ദിവസം കള്ളു കുടിച്ച് വീട്ടിൽ എന്തൊക്കെ ചെയ്തോട്ടെ, തൻ്റെ മക്കളെ ഉപദ്രവിക്കട്ടെ, എത്ര ഉപദ്രവകാരിയായ മകനെയും ഉപദ്രവകാരിയായ മകനെയും ആവട്ടെ, ഭർത്താവിൻ്റെ കാല് തൊട്ട് വന്നിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി പാസിംഗ് ഉണ്ടല്ലോ, അതുമാത്രം മതി അവരുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതാണ് ക്ഷേത്രത്തിൽ കിടക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, തിരുമേനി നട തുറക്കുന്നേ മണി ഒന്ന് കൊട്ടും, എന്നിട്ടേ നട തുറക്കും. ദേവനെ ഉണർത്തുക എന്നാണ്. ആരെ ഉണർത്തുക? ഭാര്യയുടെ ദേവൻ ആരാ? ഉണർത്തണം. അറിയാവുന്ന ഭർത്താവാണെങ്കിൽ, പഠിച്ച ഭർത്താവാണെങ്കിൽ ആ ഭാര്യ ഒന്ന് തൊഴുകും. ആ വീട്ടിൽ കലഹമുണ്ടാവുമോ? ദേവീ ദേവതാ സങ്കല്പം വീട്ടിൽ വളർന്നു വരില്ലേ? അപ്പം നമ്മുടെ സംസ്കാരത്തെയും ധർമ്മത്തെയും വളർത്താൻ ഉതകുന്ന രീതിയിൽ നമ്മളെ ധർമ്മം പഠിക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ ധർമ്മം എവിടെയാണോ നശിച്ചു പോകുന്നത്, എവിടെയാണോ ഇല്ലായ്മ ചെയ്തു പോകുന്നത്, അവിടെ അരാജകത്വം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ധർമ്മം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് ഭാരതീയ ദർശനമാണ്, ഭാരതത്തിൻ്റെ ദർശനമാണ്. ഒരു കാര്യം കൂടിയും പറയാം ഞാൻ. നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് എന്ത്. ഇന്ന് നിങ്ങളെ അഭിമാനിക്കാവുന്ന ഒരു സംഭവമുണ്ട്. അമേരിക്കയിൽ പഠന വൈകല്യമുള്ള കുട്ടികൾ ജനിച്ചു. ആ പഠന വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാവുന്ന കണ്ടപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് എന്തുകൊണ്ട് തൻ്റെ ഇവിടുത്തെ കുട്ടികൾക്ക് ഈ പഠന വൈകല്യം ഉണ്ടാകുന്നു? അവർ 7 ശാസ്ത്രജ്ഞന്മാരെ, സൈക്യാട്രിസ്റ്റുമാരെ അതിനെ ചുമതലപ്പെടുത്തി പഠിക്കാൻ. അവരത് പഠിച്ചു കണ്ടെത്തി. അവർ പഠിച്ച് കണ്ടെത്തി. എന്താ കണ്ടെത്തിയത്? ഗർഭാവസ്ഥയിലിരിക്കുന്ന അമ്മമാരുടെ അനുഷ്ഠാനങ്ങളുടെ വ്യതിയാനമാണ് പഠന വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അമ്മമാർക്ക് ഗർഭിണികളാണെങ്കിൽ ആ ഗർഭിണികളാകുന്ന അമ്മമാരെ കൗൺസിലിംഗ് നടത്താൻ അമേരിക്കൻ ഗവൺമെൻറ് തയ്യാറായി. ആ കൗൺസിലിംഗ് നടത്തുമ്പോൾ അതിനൊരു മെത്തേഡ് വേണം. അങ്ങനെ 7 സൈക്യാട്രിസ്റ്റുമാരെ കൊണ്ടൊരു മെത്തേഡ് ഉണ്ടാക്കിച്ചു. ആ മെത്തേഡിന് എന്ത് പേരിടണം എന്നായിരുന്നു. അവിടെയാണ് നിങ്ങളെ അഭിമാനിക്കാം. ആ പേര് അഭിമന്യു മെത്തേഡ് എന്നാണ്. അമേരിക്കയിലെ ഗവൺമെൻറ് ഗർഭിണികൾക്ക് കൊടുക്കുന്ന മെത്തേഡിൻ്റെ പേര് എന്താണ്? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് ആ പേര് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? അഭിമന്യു മെത്തേഡ്. അമേരിക്കക്കാരന് ഈ അഭിമന്യു മെത്തേഡിനെ കുറിച്ച് നോക്കൂ. ഈ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകത ഇതാ. ഈ രാഷ്ട്രത്തിൻ്റെ പേര് മഹാഭാരതം. ഭാരതം എന്ന രാഷ്ട്രം. ഈ രാഷ്ട്രത്തിൻ്റെ പേരിൽ ഒരു ഗ്രന്ഥം, ഒരു ഗ്രന്ഥത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം. ലോകത്തിൽ വേറെ എവിടെയുണ്ടത്? അത്രയും മഹത്തരമായ സന്ദേശമുള്ള നമ്മളെക്കുറിച്ച് പഠിക്കാഞ്ഞാൽ, നമ്മളെ മനസ്സിലാക്കാഞ്ഞാൽ, നമ്മൾ വളർന്നു വരാഞ്ഞാൽ നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്തരുതേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ, തൻ്റെ കുട്ടികൾ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവൾ നേരത്തെ പറഞ്ഞ ധർമ്മത്തിലൂടെ വളരാൻ ആഗ്രഹിക്കുക, ധർമ്മത്തെ വളർത്തിയെടുക്കുക. ഈ ധർമ്മത്തെ വളർത്തിയെടുക്കുന്ന പ്രവൃത്തി നമ്മുടെ എല്ലാം ഗ്രഹാന്തരങ്ങളിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു ഗ്രഹാന്തരീക്ഷം ഉണ്ടാക്കി ഒരു ആധ്യാത്മികതയിലൂടെ വളരുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുത്താൽ ആ ഗ്രാമം സമ്പൽ സമൃദ്ധിയുടെ ഗ്രാമമായി മാറും. അതിനുവേണ്ടി ജഗദീശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഒരു മഹാകേന്ദ്രമാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രത്തെ വളർത്തിയെടുക്കുവാൻ, ക്ഷേത്രത്തെ എത്രമാത്രം വളർത്തിയെടുക്കാൻ സാധിക്കുമോ അത്രമാത്രം ഉയരത്തിലേക്ക് ആ ക്ഷേത്ര സങ്കേതം വളർന്നാൽ, ഒരു ക്ഷേത്രമുയർന്നാൽ ഒരു നാടുയരും. ആ നാടുയരുന്ന തരത്തിൽ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അണുവിട തെറ്റാതെ
നിത്യേന നിയമേന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ആ കേന്ദ്രത്തെ പരിപോഷിച്ചെടുക്കുന്നതോടൊപ്പം മനുഷ്യൻ്റെ മനോമണ്ഡലവും പരിപോഷിപ്പിച്ചെടുത്താൽ തീർച്ചയായിട്ടും ധർമ്മം നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതിനുള്ളൊരു പ്രവൃത്തിയിലേക്ക് ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകളുടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് സമയം, 1-2 സംശയം ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളുടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തും ചോദിക്കട്ടോ. എന്തു ചോദിക്കാം. ഞാൻ പറഞ്ഞത് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണോ സംശയം അറിയുന്നതാണെങ്കിൽ ഞാൻ ഉത്തരം പറയും, ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരം നിങ്ങളെ എത്തിക്കും, അത് സംശയമില്ല. പക്ഷേ ഇന്ന് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അറിയാത്ത കാര്യം അറിയുമെന്ന് പറയില്ല. പക്ഷേ ചോദിക്കാം, നിങ്ങൾക്ക് ഏത് ചോദ്യവും ചോദിക്കാം. ഒന്നുമില്ലേ? ചോദിക്കൂ. എന്താണ് കറക്റ്റ്. നല്ല ചോദ്യമാണ് കുട്ടി ചോദിച്ചത്. എവിടെയും കേൾക്കും അമ്മമാരാണ് കുടുംബത്തെ കുട്ടികളെ വളർത്താൻ, അച്ഛന്മാരെവിടെയാണ് നിൽക്കുന്നതെന്ന് ആ കുട്ടിയുടെ സംശയം. വളരെ കറക്റ്റായ ചോദ്യമാണ്. ഞാൻ അമ്മ എന്ന് പറയാൻ കാരണം, എല്ലാവരും അമ്മയെ പറയാൻ കാരണം, ഒരമ്മയെ, ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നത് അമ്മയാണ്. എവിടുന്നാണ് വളർത്തിയെടുക്കുന്നത് കുട്ടിയെ? പ്രസവിച്ചിട്ടാണോ? അല്ല, ഗർഭാധാനം തൊട്ട് വളർത്തിയെടുക്കുക, ഗർഭാധാനം തൊട്ട് കുട്ടിയെ വളർത്തിയെടുക്കുക. അതാണ് അമ്മയുടെ പേര് പറയാൻ. പക്ഷെ അച്ഛനൊരു കർത്തവ്യമുണ്ട്. എന്താ കർത്തവ്യം? അച്ഛൻ്റെ കർത്തവ്യം ജോലിയെടുത്ത് കുടുംബത്തിലേക്ക് അരി കൊണ്ടുപോയി കൊടുക്കുന്നോ, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നോ ആണോ അച്ഛൻ്റെ കർത്തവ്യം? അച്ഛന് തുല്യ പ്രാധാന്യമുണ്ട്. പക്ഷേ അച്ഛൻ്റെ പ്രാധാന്യം എത്രയേ ഉള്ളൂ. അമ്മയുടെ വളർത്തലിന്, അമ്മ കുട്ടിയെ വളർത്തിയെടുക്കുന്നതിന്, അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അമ്മയെ ദേവതയായി കണ്ടുകൊണ്ട് ദേവസ്വരൂപത്തെ സങ്കല്പിക്കുവാൻ വേണ്ടി പൂജ നടത്തുന്ന പ്രക്രിയ ആരതാണ്? അച്ഛൻ്റെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സങ്കല്പത്തിൽ ആരാ കല്യാണം കഴിക്കുന്നത്? പുരുഷനാണോ സ്ത്രീയാണോ കല്യാണം കഴിക്കുന്നത്? ആരാ കല്യാണം കഴിക്കുന്നത്? നമ്മൾ കേൾക്കും, ഞാൻ കെട്ടിക്കൊടുന്ന മര്യാദയ്ക്കുന്നൊക്കെ പറയൂലേ. സത്യത്തിൽ കല്യാണം കഴിക്കുന്നത് സ്ത്രീയാണ്. ഈ സ്ത്രീകൾ എല്ലാ സ്ഥലത്തും വരാൻ കാരണം പരിണയമാണ്. സ്ത്രീ പുരുഷനെയാണ് വിവാഹം കഴിക്കുന്നത്, അല്ലേ? ആരാദ്യം മാലയിടുന്നത്? ആരാ മാലയിടുന്നത്? സ്ത്രീയല്ലേ? സ്ത്രീ പുരുഷനെയാണ് കല്യാണം കഴിക്കുന്നത്. പുരുഷൻ ഒരിക്കലും സ്ത്രീയെ കല്യാണം കഴിക്കുന്നില്ല. അതുകൊണ്ടാണ് സ്ത്രീയാണ് ഭാരതത്തിൻ്റെ സങ്കല്പം എന്നുള്ളത് കൊണ്ടും, സ്ത്രീയാണ് കുടുംബത്തെ വളർത്തിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ടും സ്ത്രീ എപ്പോഴും മുന്നിലാണ്, മുകളിലാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് സ്ഥാനമുണ്ട് മക്കളെ വളർത്തിയെടുക്കുന്നതിൽ. ആ വളർത്തിയെടുക്കുന്നതിൻ്റെ പൂർണ്ണ സപ്പോർട്ട് എവിടെ നിന്നുണ്ടാവണം? ഒരമ്മ പ്രസവിക്കാനിരിക്കുമ്പോൾ തൻ്റെ ശരീരത്തിലുള്ള 64 എല്ല് ജോയിൻറ്റുകളിൽ 62 എല്ല് ജോയിൻറ്റുകളും വികസിക്കുന്ന സമയത്ത്, ഈ കുട്ടി ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അനുഭവിക്കുന്ന വേദന സമയത്ത് പ്രാർത്ഥനാ നിരതരായി നിൽക്കേണ്ടത് ആരാ? മനസ്സ് വേദനിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്കും കൊച്ചിനും ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ നല്ലൊരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ ആ അച്ഛൻ്റെ ആ പ്രാർത്ഥനയാണ് അവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ച്. അവിടെ അച്ഛന് പ്രാധാന്യമുണ്ട്. ആ അച്ഛൻ്റെ പ്രാധാന്യത്തെ മക്കളെ പഠിപ്പിക്കേണ്ടത് ആരാ? അമ്മയാണ്. മക്കൾ ഏറ്റവും കൂടുതൽ കുട്ടി അടുത്തിരിക്കുന്നത് ആരോടാണ്?
എല്ലാം തുറന്നു പറയാൻ സ്വാതന്ത്ര്യം ആരോടാ? അമ്മ. ആ അമ്മയോടാണ് മക്കൾക്ക് അടുപ്പം കൂടുതൽ. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും അമ്മ മുഴങ്ങി വരുന്നത്. അവിടെയാണ് അമ്മയുടെ പ്രാധാന്യം. അതുകൊണ്ട് അച്ഛന് പ്രാധാന്യമില്ല എന്നുള്ളതല്ല. അച്ഛനും അമ്മയും സംയുക്തമായിക്കൊണ്ട് തന്നെയാണ് കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതെങ്കിലും ആ കുട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ 80% പ്രവർത്തനം അമ്മയുടെ കയ്യിലായതുകൊണ്ടാണ് അമ്മയുടെ പേര് വരാൻ കാരണം. മനസ്സിലായോ മോൾക്ക്? മനസ്സിലായോ? കഴിഞ്ഞോ? സംശയമുണ്ടോ? സമയം വൈകിട്ടുണ്ട് എന്നുള്ള ആർക്കും സംശയമില്ല അല്ലേ? എല്ലാവരുടെ മനസ്സിലും സംശയമുണ്ട്, ചോദിക്കാനൊരു ഭയവുമുണ്ട്. ഒരമ്മ എന്നോട് പറഞ്ഞു, കുട്ടിയെ സംശയം ചോദിക്കാൻ എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ ഇവിടെ. അങ്ങനെയാണ് നമ്മളൊക്കെ. സംശയത്തിന് ഒരിക്കലും നമുക്ക് സംശയം വേണം. ആചാര്യന്മാർ ആരാണോ നമ്മുടെ മുന്നിലേക്ക് വരുന്ന അവരിൽ നിന്ന് സംശയം ദൂരീകരിക്കാൻ നമുക്ക് സാധിക്കണം. എത്ര കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നമുക്ക്, എത്ര അറിവില്ലായ്മകൾ, ഒരുപടി കാര്യമുണ്ട്, തിരിയുണ്ട്. ഞാൻ നാളെ നേരം വെളിച്ചാകുന്നത് വരെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞാലും തീരാത്ത അത്ര ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങളുടെ മനസ്സിലുണ്ട്. ദിവസേന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ, ചെയ്യാൻ പോകുന്നതിൽ ഒട്ടനവധി സംശയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നമ്മളത് സംശയം തീർക്കണം. കിട്ടുന്ന അവസരത്തിൽ ഈ സംശയം തീർക്കണം. ഇല്ലെങ്കിൽ ഞാനൊരു കഥ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ സംശയം വരാത്തത് കൊണ്ടാണ് ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അച്ഛൻ, ഭാര്യ മരിച്ചു, 2 മക്കൾ. ഈ 2 മക്കളെ അച്ഛൻ എങ്ങനെ വളർത്തിയെടുത്തു? കുട്ടികൾ വളർന്നു വന്നു, പഠിച്ചു, വളർന്നു, ഉദ്യോഗസ്ഥന്മാരായി, കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 2 വീട് വേണം. ഒരാൾ കുറച്ച് വിട്ട് കൊണ്ടുപോയി വീട് വെച്ചു. അങ്ങനെ ജ്യേഷ്ഠൻ കുറച്ചു കാലം അച്ഛനെ നോക്കിയപ്പോൾ അനിയനെ വിളിക്കുക, അനിയ, ഞാൻ കുറേ ആയില്ലേ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, ഇനി അച്ഛനെ കുറച്ച് കൊണ്ടുപോയി നോക്ക്. അങ്ങനെ അച്ഛനെ കൊണ്ടുപോയി നോക്കും അനിയൻ. കുറച്ചു കാലം അവിടെ നിൽക്കുമ്പോൾ അന്തരീക്ഷമൊക്കെ മോശമാവാൻ തുടങ്ങും. അപ്പോൾ അനിയൻ പറയും, ഏട്ടാ ഇനി കുറച്ച് ദിവസം ഏട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തും. അങ്ങനെ ഏട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. അച്ഛനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ തുടങ്ങി. അപ്പം നാട്ടുകാർ മക്കളോട് ചോദിക്കും, എന്തിനാണ് ആ പ്രായ മനുഷ്യൻ നിങ്ങളിങ്ങനെ കളിപ്പിക്കുന്നത്? എത്ര കഷ്ടപ്പെട്ടായാലും നിങ്ങളെ വളർത്തിയത്, നിങ്ങൾ ചെയ്യുന്ന ഒരു പാവല്ലേ? അപ്പോൾ മക്കൾക്ക് വിഷമമായി. 2 ആളും ഇരുന്നു, ഒരുമിച്ചിരുന്നു. എന്ത് ചെയ്യും അച്ഛനെ? ഭാര്യമാരെ പിണക്കാൻ വയ്യ, അച്ഛനെ ഉപേക്ഷിക്കാൻ വയ്യ, എന്ത് ചെയ്യും? 2 ആളും ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി. അച്ഛനെ നമുക്ക് ഗംഗയിൽ കൊണ്ടുപോയി കുളിപ്പിക്കാം. ഗംഗ നല്ല കുത്തൊഴുക്കുള്ള നദിയാണ്. അച്ഛൻ ഗംഗയിൽ മുങ്ങുമ്പോൾ അച്ഛൻ്റെ കൈ വിട്ടാൽ അച്ഛൻ ഗംഗയിൽ അങ്ങ് ഒലിച്ചു പൊക്കോളും. നമുക്ക് സമാധാനിക്കാം. എന്താണ്? അച്ഛനെ പരംപവിത്രമായ ഗംഗയിലാണല്ലോ ഒഴുക്കിയത്, വിഷം കൊടുത്തിട്ടില്ലല്ലോ. അച്ഛനും സമാധാനിക്കും. എങ്ങനെ? ഈശ്വര, ഗംഗയിൽ മരിക്കാൻ പറ്റിയല്ലോ എന്ന് അച്ഛനും സമാധാനിക്കും. നമുക്ക് പാപം കിട്ടില്ല എന്ന് വിചാരിച്ച് മക്കൾ അച്ഛനെ, ഹരിദ്വാറിൽ കാശിയിലൊക്കെ പോയവർക്ക് ഗംഗയെക്കുറിച്ച് അറിയാം. കുത്തൊഴുക്കുള്ള നദിയാണ് ഗംഗ. അങ്ങനെ മക്കൾ അച്ഛനോട്, അച്ഛാ നമുക്കിങ്ങനെ ഗംഗയിൽ പോയി സ്നാനം ചെയ്യാം. പോകാം മക്കളെ. അച്ഛൻ മക്കളെ കൂടെ പോവാം. അച്ഛൻ മക്കളെ കൂടെ പോയി ഗംഗയിലേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ പറയുക, മക്കൾ ഇവിടെ ഒഴുക്ക് കുറവാണെന്ന് തോന്നുന്നു. മക്കൾ പരസ്പരം നോക്കി. നമ്മുടെ പ്ലാൻ എങ്ങനെ അച്ഛൻ അറിഞ്ഞു? അച്ഛൻ പറഞ്ഞപ്പോൾ മക്കൾ പരസ്പരം നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോൾ അച്ഛൻ പറയുകയാണ്, നിങ്ങൾ പരസ്പരം നോക്കണ്ട, ഞാൻ എൻ്റെ അച്ഛനെ ഒഴുക്കിയത് അവിടെയാണ്, അച്ഛൻ പെട്ടെന്ന് ഒഴുകിപ്പോയിട്ടുണ്ട്. ഈ കഥ ഞാൻ പറഞ്ഞതല്ല, തഥാതൻ സ്വാമി ഒരു സത്സംഗത്തിൽ പറഞ്ഞ കഥയാണ്. ഈ കഥയ്ക്ക് ഒരുപാട് അർത്ഥമുണ്ട്. ഈ കഥ വെറുതെ പറഞ്ഞതല്ല സ്വാമി. ചിന്തിക്കുക. നാം വെറുതെ ഇങ്ങനെ ജീവിതം കളയരുത്. അപ്പോൾ സംശയ ദൂരീകരണങ്ങൾ നടത്തി അറിവ് നേടി അറിവുള്ള സമൂഹത്തെ ഉണ്ടാക്കിയെടുത്ത് നല്ല രീതിയിൽ മക്കളെ വളർത്തിയെടുത്താൽ സമൂഹത്തിലെ നമുക്ക് നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കും. അതിനുവേണ്ടി അല്പസമയമൊക്കെ ചെലവഴിക്കൂ. അതിനുവേണ്ടി ചെലവഴിക്കണം സമയം. എങ്കിൽ മാത്രമേ ഈ സമാജത്തെ നേർവഴിക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ.
ഈ തലമുറയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിരിക്കട്ടെ ഇന്നത്തെ ചിന്തനകൾ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ വാക്കുകളായിക്കൊണ്ട്, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് ഈ ദേഹത്തിൻ്റെ തെറ്റായി കൊണ്ടുകൊണ്ട് പൊറുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത് തൃപ്പാദങ്ങളെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.